നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ തിരിച്ചടി ഏത് സമയത്തും പ്രതീക്ഷിക്കുന്ന പാകിസ്ഥാൻ കള്ളപ്രചാരണങ്ങൾ നടത്തി ലോകത്തിന് മുന്നിൽ പഹൽഗാമിൽ പങ്കില്ലെന്ന് കാട്ടാനുള്ള വ്യഗ്രതയിലാണ്. ഇന്ത്യൻ സൈന്യത്തിനെതിരെയും ഇന്ത്യ നേടിയ മുൻ വിജയങ്ങളെക്കുറിച്ചും പത്താൻകോട്ട്, ഉറി, പുൽവാമ ആക്രമണങ്ങളെപ്പറ്റിയും തെറ്റിദ്ധരിപ്പിക്കുന്നതും പ്രകോപനമുണ്ടാക്കുന്നതുമായ പ്രചാരണങ്ങളാണ് പാകിസ്ഥാൻ നടത്തുന്നത്. ഇന്ത്യ വിരുദ്ധ വീഡിയോകൾ തുടർച്ചയായി നൽകുന്ന പാക് യൂട്യൂബ് ചാനലുകൾ ഇന്ത്യയിൽ നിരോധിച്ചു. ഇതിൽ ക്രിക്കറ്റ് താരങ്ങളായ ഷൊയബ് അക്തറിനും ഷഹീദ് അഫ്രീദിക്കും പങ്കാളിത്തമുള്ള ചാനലുമുണ്ട്. സുരക്ഷാ വീഴ്ച പറഞ്ഞുള്ള കോൺഗ്രസിന്റെ വിമർശനവും പാകിസ്ഥാൻ ആയുധമാക്കുന്നത് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന ആവശ്യത്തിന് പ്രാധാന്യം നൽകുന്നു. ഇന്ത്യയുടെ ഓരോ നീക്കവും വിദ്വേഷ വാക്കുകളിലൂടെ നേരിടുന്ന പാകിസ്ഥാൻ ഒളിപ്പിക്കുന്ന ഭീകരതയുടെ നട്ടെല്ല് തകർക്കാൻ ഇന്ത്യൻ തിരിച്ചടി ഉടനെന്ന സൂചനകൾക്കിടെ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഇന്ത്യൻ തിരിച്ചടി ഭയന്നുള്ള പാകിസ്ഥാന്റെ വാചകമടി ഇനി എത്ര നാൾ? പ്രൈം ഡിബേറ്റിൽ ശ്രീ ശ്രീജിത്ത് പണിക്കർ, കേണൽ എസ് ഡിന്നി, ഡോക്ടർ ജി ഗോപകുമാർ, ശ്രീ സേനാപതി വേണു എന്നിവരാണ് ചേരുന്നത്. ആദ്യം ഡോക്ടർ ജി ഗോപകുമാർ, പാകിസ്ഥാന്റെ യൂട്യൂബ് ചാനലുകൾ വിദ്വേഷ പ്രചാരണങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിനാലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കുറേയേറെ ചാനലുകൾ നിരോധിച്ചത്. ആ ചാനലുകൾ നേരത്തെ എടുത്ത് നോക്കുമ്പോൾ കള്ളപ്രചാരണങ്ങളുടെ പെരുമഴയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയപ്പാടിൽ നിന്നല്ലേ പാകിസ്ഥാനിൽ നിന്ന് ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ വരുന്നത്? അതും മുൻപ് നടന്ന പല സംഭവങ്ങളെയും വക്രീകരിച്ചാണ് കാട്ടുന്നത്. അവിടെയൊന്നും ഇന്ത്യയുടെ വിജയമല്ല, പാകിസ്ഥാനാണ് ജയിച്ചത് എന്നുള്ള പ്രചാരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് ആദ്യമായിട്ടല്ല. എന്നും മിസ്പ്രൊപ്പഗാൻഡ നടത്താൻ പാകിസ്ഥാൻ വളരെ മിടുക്ക് കാണിച്ചിട്ടുണ്ട്. അത് പഴയ കാലത്ത് കാർഗിൽ യുദ്ധമോ അതിനു മുമ്പ് ബംഗ്ലാദേശിൻ്റെ മോചനമോ ഇങ്ങനെ തുടങ്ങി ഏതൊക്കെ സംഭവങ്ങളുണ്ടായപ്പോഴൊക്കെ പാകിസ്ഥാൻ അവരുടേതായ ന്യായങ്ങൾ അവരുടെ പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊരു മനഃശാസ്ത്രപരമായ നടപടിയാണ് അവർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ ഞങ്ങളല്ല കുറ്റക്കാരെ എന്ന് കാണിക്കാൻ. ഞാൻ ഓർക്കുന്നത് ഒരിക്കൽ ഒരു പാകിസ്ഥാനിലെ ഒരു അക്കാഡമിഷ്യനുമായിട്ട് പാരീസിൽ വെച്ച് പരിചയപ്പെട്ടപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ബംഗ്ലാദേശിൻ്റെ മോചനത്തിനെ ഞങ്ങൾ കണ്ടത് അന്ന് ഇന്ദിരാഗാന്ധി പോലുള്ള ഒരാൾ മുഗൾ ഭരണത്തിനെതിരായി അതിന് പക വീട്ടുകയായിരുന്നില്ലേ, ഇന്ദിരാഗാന്ധി അങ്ങനെ പ്രസ്താവിച്ചില്ലേ, 700 കൊല്ലത്തിനപ്പുറം ഉണ്ടായിരുന്ന മുഗൾ ഭരണത്തിന് ഒരു അറുതി വരുത്താൻ ഇന്ദിരാഗാന്ധിക്ക് കഴിഞ്ഞു. ഞാൻ പറഞ്ഞ അവരുടെ ജീവിതത്തിൽ അവർ ഒരിക്കലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനീ പറഞ്ഞ എനിക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യമാണ്. ഇത്തരം പ്രൊപ്പഗാൻഡയിൽ വീഴുന്ന ആൾക്കാർ ചില മേഖലകളിലുണ്ട്. അത് പ്രൊപ്പഗാൻഡ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അങ്ങേയറ്റത്തെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് ഇന്ത്യയിൽ ഈ സൈനിക നീക്കത്തെ അനുകൂലിക്കാത്തവരാണ് ഒട്ടുമിക്ക ആളുകളും എന്നുള്ള രീതിയിൽ പറയുന്നു. പിന്നെ അതുപോലെ തന്നെ മുൻ സൈനിക ഉദ്യോഗസ്ഥരുടെ പ്രതികരണങ്ങൾ എന്ന പേരിൽ തെറ്റായ വിവരങ്ങൾ നൽകുന്നു. നേരത്തെ അഭിനന്ദൻ വർദ്ധമാൻ, അദ്ദേഹത്തെ പാകിസ്ഥാനിൽ അന്ന് ആക്രമണം നടത്തിയ ആ സമയത്ത് പിടികൂടിയത് അത് പാകിസ്ഥാന്റെ വിജയമാണ്, അവിടെ ഇന്ത്യയുടെ പരാജയമാണ് സംഭവിച്ചത് എന്ന രീതിയിൽ വളരെ മോശപ്പെട്ട രീതിയിൽ അദ്ദേഹത്തെ ചിത്രീകരിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അത് തീർത്തും കളിയാക്കിക്കൊണ്ടുള്ള പ്രചാരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ആക്രമണം നടത്തിയാൽ ഇന്ത്യ ഉണ്ടാകില്ല എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള അബദ്ധജടിലമായ പ്രസ്താവനകളും വന്നുകൊണ്ടിരിക്കുന്നു, അല്ലേ? അപ്പോൾ പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകൾ നിരോധിച്ചത് എന്തായാലും നന്നായി. തീർച്ചയായിട്ടും അത് നമ്മൾ ചെയ്യണം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ധാർമ്മികത എന്നൊന്നില്ല. അതില്ലെങ്കിൽ ഇങ്ങനെ ഒരു ടെറർ പോളിസി. അതിലൊരു കാര്യം കൂടിയുണ്ട്. ഏറ്റവും ഒടുവിലുള്ള പ്രചാരണം എന്ന് പറയുന്നത് കശ്മീരിൽ അവിടെ മുസ്ലിങ്ങളുടെ വീടുകൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ എന്നാണ്. ഭീകരരുടെ വീടുകൾ കഴിഞ്ഞ ദിവസം അഗ്നിക്കിരയാക്കിയതും തകർത്തതും ആ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് പാകിസ്ഥാനിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ വരുന്നത്. അതെ, അത് വളരെ വ്യക്തമല്ലേ. ടൂറിസ്റ്റുകളുടെ മതം ചോദിച്ച് വെടിവെച്ച് കൊല്ലുന്നവർ, ഇതിനപ്പുറം എന്താ ചെയ്യാൻ ബാക്കി കാണാത്തത്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ധ്രുവീകരണമാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത്. അവരെന്നും കാശ്മീരിനെ അങ്ങനെ ചെയ്യാനാണ് ആഗ്രഹിച്ചിരുന്നത്. അതിൻ്റെ എല്ലാ പ്രവൃത്തികളും ഓരോ സമയത്ത് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ചൊക്കെ അവർ തീവ്രവാദികൾ വഴി ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നേട്ടങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ തീവ്രവാദികളുടെ ഒരു ഭാഗം പാകിസ്ഥാനോട് അനുഭവം കാണിച്ച കാര്യവും നമ്മൾ മറക്കുന്നില്ല. അപ്പോൾ നമുക്ക് കൗണ്ടർ പ്രൊപ്പഗാൻഡ നടത്തണം. സോഷ്യൽ മീഡിയയിലാകട്ടെ അന്തർദേശീയ പ്ലാറ്റ്ഫോംസിലാകട്ടെ നമുക്ക് പറയാവുന്നിടത്തൊക്കെ നമുക്ക് തീർച്ചയായിട്ടും പറയണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ
നിരോധിക്കണം. പാകിസ്ഥാൻ ഇങ്ങനെയുള്ള കാര്യം പ്രവർത്തിക്കാനും പറയാനും ഒരു ധാർമ്മിക ഉത്തരവാദിത്വമോ ഒരു പരിമിതിയോ ഇല്ലാത്ത രാജ്യമാണ്. അത് മുമ്പും അവർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ജനാധിപത്യം ഇല്ലാത്തൊരു രാജ്യത്ത് അവരെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങളെ ദേ ആർ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആണ്. ബാക്കി പട്ടാള മേധാവികളും റിട്ടയർ ചെയ്ത പട്ടാള മേധാവികളും പറയുന്നതാണ് ശരി. ഞാനത് മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ വിരുദ്ധതയാണ് പാകിസ്ഥാൻ്റെ ദേശീയതയുടെ അടിത്തറ. അതെടുത്തു കളഞ്ഞാൽ പാകിസ്ഥാൻ എന്നൊരു രാജ്യമില്ല. അങ്ങനെ ഒരു കൃത്രിമത്വത്തിൽ കൂടി ജനിച്ച ഒരു രാജ്യമാണ്. അവർക്ക് അതുകൊണ്ട് തന്നെ ഒരിക്കലും പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് അവർ ഒരിക്കലും സമ്മതിക്കാൻ പോകില്ല. ആ ഭീകരരെ അവർ ഒളിപ്പിക്കുകയും ചെയ്യും. ഭീകരതയെ ഒളിപ്പിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷേ അവിടെ കേണൽ എസ് ഡിന്നി, ഈ ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ നിന്ന് വന്ന പ്രസ്താവനയിൽ ഒരിടത്തും പാകിസ്ഥാന്റെ പേരില്ല എന്നുള്ളത് അതൊരു വലിയ രീതിയിൽ പാകിസ്ഥാൻ മാധ്യമങ്ങളും പാകിസ്ഥാൻ സർക്കാരും എടുത്തു കാണിക്കുകയാണ്. പക്ഷേ ഇതിനെ പാകിസ്ഥാന്റെ ഒരു വിജയമായിട്ട് എങ്ങനെ ചിത്രീകരിക്കാൻ പറ്റും? അതോ ഐക്യരാഷ്ട്രസഭ വളരെ ശക്തമായ രീതിയിൽ തന്നെ പാകിസ്ഥാന്റെ പേര് വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കണമായിരുന്നോ? അതിന് സാധിക്കുമായിരുന്നോ? നോക്കൂ ശ്രീ മഞ്ജുഷ്, ഇപ്പം യുണൈറ്റഡ് നേഷൻസ് സംബന്ധിച്ചിടത്തോളം നമുക്ക് ആക്ച്വലി പറഞ്ഞ വലിയ പ്രസക്തി ഇല്ലാത്തൊരു കാലഘട്ടമാണ്. കാരണം ഇപ്പൊ യുണൈറ്റഡ് നേഷൻസ് ഏതൊരു റെസൊല്യൂഷൻ പാസ്സാക്കിയാലും അത് ആരും ഫോളോ ചെയ്യാതെയോ അല്ലെങ്കിൽ ആരെങ്കിലും അതിനകത്തൊരു ബൈൻഡിങ് ആയിട്ട് കാണാറില്ല. പിന്നെ പാകിസ്ഥാന്റെ പേരെടുത്ത് പറയാത്തെന്ന് വെച്ചാൽ നമ്മൾ പോലും ഇതുവരെ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ പാകിസ്ഥാന്റെ പേരെടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ബാക്കിയുള്ള നടപടികളൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ ഒഫീഷ്യലായിട്ട് നമ്മൾ ഇപ്പോഴും ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എവിഡൻസ് ശേഖരിക്കുന്ന ഒരു ഫേസിലാണ്. അത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പാകിസ്ഥാൻ ചെയ്തതെന്ന്. പക്ഷെ എന്നാലും ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു തെളിവ് സഹിതം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഏകദേശം അത് ഓൾമോസ്റ്റ് കിട്ടിക്കാണും തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം ഇത് ചെയ്തത് ബൈ നെയിം ആരാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇതിന്റെ ബാക്കിൽ ഓപ്പറേറ്റീവ് ചെയ്യുന്ന IS ആയിട്ടുള്ള ഏത് ഓഫീസേഴ്സ് ആണ്, എങ്ങനെയാണ് ഇവരെ ട്രെയിൻ ചെയ്തത്, എപ്പോഴാണ് ട്രെയിൻ ചെയ്തത്, എങ്ങനെയാണ് ഇതിനുള്ള ബാക്കിയുള്ള ഫണ്ടിങ് ഒക്കെ ചെയ്തത്, അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വരും. ആ ട്രെയിൽ മൊത്തം വരുമ്പോൾ ഒരു ഡോസിയറായിട്ട് വന്നിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ ഈ ഫോറിൻ ഡിഗ്നറ്ററീസ് ആയാലും ശരി എംബസീസിലൊക്കെ അവരുടെ അടുത്ത് ഈ തെളിവ് സഹിതമാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഡിപ്ലോമാറ്റിക് ലെവലിൽ പാകിസ്ഥാന്റെ അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഇത് വരും. അപ്പം എനിക്ക് തോന്നുന്നു ഇതിനകത്ത് അത്ര വലിയ നമ്മളൊരു പാകിസ്ഥാന്റെ പേരെടുത്ത് പറഞ്ഞില്ല എന്ന് വെച്ചാൽ നമുക്ക് അത്ര. അതുപോലെ തന്നെ പാകിസ്ഥാൻ അന്വേഷണത്തിന് തയ്യാറാണ്. നിഷ്പക്ഷ ഏജൻസിയെ അങ്ങനെ ഒരു അന്വേഷണം ഏൽപ്പിക്കുന്നതിൽ തെറ്റില്ല, അതിനെ അനുകൂലിക്കുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞതിനെ ഇന്ത്യയിൽ നിന്ന് പോസിറ്റീവായിട്ടല്ല കാണുന്നത് എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളും വരികയാണ്. അങ്ങനെ ഒരു നിഷ്പക്ഷ ഏജൻസി അന്വേഷണം എന്ന പാകിസ്ഥാന്റെ വാഗ്ദാനം വിശ്വസിക്കേണ്ടതില്ലല്ലോ. അബ്സല്യൂട്ട്ലി. അത് അവരുടെ ഒരു തന്ത്രമാണ്. ഇത് ആദ്യമായിട്ടല്ല അവർ ചെയ്യുന്നത്, ഇത് അവസാനമായിട്ടായിരിക്കത്തില്ല അവർ ചെയ്യുന്നത്. കാരണം അവര് ഇപ്പം പഠാൻകോട്ട് നടന്നു, അപ്പോഴും പറഞ്ഞു നമ്മൾ ഒരുമിച്ച് ചെയ്യാം. പഠാൻകോട്ടിന് അവർ അവിടെ വരികയും ചെയ്തു. പക്ഷെ ഇതിന്റെ ഒരു സൈക്കോളജി പറഞ്ഞാൽ ഇത് രണ്ട് കാര്യമാണ്. ഒന്ന്, ഇവർ തുടങ്ങും. അവര് എപ്പോഴും പറയുന്നതാണ് പാകിസ്ഥാനീസ് ആർ ദ ബെസ്റ്റ് ഇനീഷ്യേറ്റേഴ്സ്. അതായത് അവർക്ക് ഇനീഷ്യേറ്റ് ചെയ്യാൻ നല്ല കഴിവും ഇതൊക്കെ ഉണ്ട്. പക്ഷെ അത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് അവർക്ക് ഒരു ഐഡിയ ഇല്ല. ഇപ്പൊ 48 തൊട്ടായാലും ശരി, 65, 71, 99 കാർഗിൽ വാർ, ഇനി പുൽവാമ, ഊരി, ഇതെല്ലാം അവരാണ് തുടങ്ങുന്നത്. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു ഐഡിയ ഇല്ല എങ്ങനെയാണ് തീർക്കേണ്ടുള്ളതെന്ന്. അപ്പം അതുപോലുള്ള ഒരു സംഭവം വരുമ്പം പിന്നെ എന്താ, ഈ അവിടുത്തെ പാകിസ്ഥാൻ ആർമി അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ പ്രഷർ കൊടുക്കും. നിങ്ങൾ സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കൂ. നിങ്ങൾ അതിന്റെ ബേസിക് എയിം എന്ന് പറഞ്ഞാൽ പുറത്തെ രാജ്യങ്ങളിൽ വന്ന് അവരെ ഒരു മീഡിയേഷന് വരണം. അതിനുവേണ്ടി പാകിസ്ഥാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലേക്ക് ചെയ്യാനുള്ളതാണ് ഒരു അവരുടെ റെക്കോർഡ് നോക്കി കഴിഞ്ഞാൽ ഇതൊരു സെറ്റ് പാറ്റേൺ ആണ്. അപ്പൊ അതിനകത്ത് സത്യം പറഞ്ഞാൽ ഭാരതം ഒരു വിലയും കൽപ്പിക്കുന്നില്ല. എല്ലാവർക്കും അറിയാം അതിനകത്തൊരു ഇതൊന്നുമില്ല. അവരുടെ ഞങ്ങൾ എല്ലാ കാര്യവും വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയാണ്, നോക്കൂ ഞങ്ങൾ പറഞ്ഞിട്ട് ഭാരതം കേൾക്കുന്നില്ല എന്നുള്ളൊരു നരേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ്. അത് എനിക്ക് തോന്നുന്നില്ല ഭാരതത്തിൽ എന്തെങ്കിലും ഒരു വില പോലും കൊടുക്കാത്ത ഒരു അവസ്ഥയാണ്. കാരണം നമുക്കറിയാം അവരെന്താണ് ചെയ്തതെന്ന്, എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നുണ്ട്. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ എന്തൊക്കെ ചെയ്തിരുന്നു അതേ രീതിയിലുള്ള പ്രചാരണങ്ങളും മറുപടികളും വാചക കസർത്തുകളും മാത്രമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഞങ്ങളിങ്ങനെ ഭീകരവാദത്തിന് വിത്തുപാകുന്നവരല്ല, സഹായം കൊടുക്കുന്നവരല്ല, ഭീകരരെ ഞങ്ങൾ ഒളിപ്പിക്കുന്നില്ല, ഇതെല്ലാം ഇന്ത്യയുടെ പ്ലോട്ടാണ് എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളാണ്. ശ്രീത് പണിക്കർ, അതിൽ നിർഭാഗ്യകരം എന്ന് പറയാവുന്നത് കോൺഗ്രസിന്റെ ട്വീറ്റ് പോലും അവിടെ പ്രചരിപ്പിക്കുകയാണ്. പാകിസ്ഥാന്റെ മുൻ മന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിയിൽപ്പെട്ടയാൾ തന്നെ ഫഹാദ് ഹുസൈൻ തന്നെ ഇക്കാര്യം പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം കണ്ടു. എക്സിൽ റീട്വീറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അത് INC കേരളയുടേതാണ്, കോൺഗ്രസ് കേരളയുടെ ഒരു ട്വീറ്റാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത്, ട്വീറ്റ് കാണാം, ആ ട്വീറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് താങ്കൾ ശ്രദ്ധിച്ച് കാണുമല്ലോ. അതിൽ ഈ പഹൽഗാമിൽ വന്ന് ആക്രമണം നടത്തി ഇവർ തിരിച്ചു പോയപ്പോൾ
അവരെ എന്തുകൊണ്ട് പിടിക്കാൻ കഴിഞ്ഞില്ല? ഇതിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു. സുരക്ഷാ വീഴ്ചയാണ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് അതേപടി അവിടെ റീട്വീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആയുധം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു എന്നതാണല്ലോ കോൺഗ്രസ് കേരളയുടെ ട്വീറ്റാണ് കാണുന്നത്. ഫവാദ് ഹുസൈൻ ആണ് ഇത് റീട്വീറ്റ് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാനിലെ പ്രമുഖനായ നേതാവാണ്, ഇമ്രാൻഖാന്റെ പാർട്ടിയിൽപ്പെട്ടയാളാണ്, മുൻ മന്ത്രിയാണ് അവിടുത്തെ. പഹൽഗാമിനെ കുറിച്ച് കോൺഗ്രസ് കേരള ട്വീറ്റ് ചെയ്തതാണിത്. അതാണ് റീട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ശ്രീ പണിക്കർ, ഇത് ആയുധം കൊടുക്കലാണല്ലോ. ഇതിനു മുമ്പും സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും പ്രതിപക്ഷം ആദ്യം ഇതിനെല്ലാം തന്നെ സർക്കാരിൻ്റെ ഏത് നടപടി ഉണ്ടായാലും അതിനോടൊപ്പമാണ് തങ്ങൾ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് പലപ്പോഴും ഈ രീതിയിലത്തേക്കുള്ള പല പ്രസ്താവനകളും നടത്താറുണ്ട്. അത് പല പ്രമുഖ നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരാറുണ്ട്. ഇതേപോലെ തന്നെ പാർട്ടിയുടെ പല യൂണിറ്റുകളിൽ നിന്ന് വരാറുണ്ട്. ഇതെല്ലാം തന്നെ പാകിസ്ഥാൻ പാർലമെന്റിൽ അടക്കം ചർച്ചയായിട്ടുണ്ട്. പല വിഷയങ്ങളും അന്താരാഷ്ട്ര തലത്തിലേക്ക് കൊണ്ടുപോയി ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നതിന് വേണ്ടി നോക്കൂ, ഇന്ത്യയിൽ നിന്ന് തന്നെ ആഭ്യന്തരമായി പോലും ഈ രീതിയിലത്തേക്കുള്ള വിമർശനം ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, ഇവിടെ അറ്റാക്കൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ച് ബാലക്കോട്ടിലൊക്കെ തന്നെ സ്ട്രൈക്കൊക്കെ നടത്തുന്ന സമയത്ത് തെളിവ് എവിടെ എന്നൊക്കെ ചോദിച്ചിരിക്കുന്ന പല കാര്യങ്ങളും പാകിസ്ഥാനിലെ പാർലമെന്റിൽ അടക്കം തന്നെ ചർച്ചയായിട്ടുള്ളതിനെ പറ്റി മാധ്യമങ്ങൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പലപ്പോഴും ഭീകരവാദത്തിനോടുള്ള ഒരു നിഷ്പക്ഷമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള തീവ്രവാദികളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പാകിസ്ഥാന്റെ ഏതെങ്കിലും ഒരു നടപടിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കില്ല എന്നൊക്കെ പറയുമെങ്കിലും പലപ്പോഴും കോൺഗ്രസിന്റെ പല പ്രതിപക്ഷ കക്ഷികളുടെ ഒക്കെ തന്നെ പ്രസ്താവനകൾ ഇതേപോലെ തന്നെ അവർക്ക് അങ്ങോട്ട് ആയുധം നൽകുന്ന രീതിയിലത്തേക്കും നമ്മുടേതായിട്ടുള്ള ഒരു പൊസിഷനെ അന്താരാഷ്ട്ര രംഗത്ത് തന്നെ ഒരുപക്ഷെ ഡൈല്യൂട്ട് ചെയ്യാൻ മതിയായിട്ടുള്ള രീതിയിലത്തേക്കുമുള്ള പ്രസ്താവനകളായി മാറുന്നുണ്ട്. ഇതിപ്പോൾ ഈ കോൺഗ്രസ് കേരളയുടെ ട്വീറ്റ് ഉണ്ട്. അതിൽ തന്നെ അവർ പറയുന്നത് ഏതാണ്ട് 200 കിലോമീറ്ററിനുള്ളിലാണ്, അതിർത്തിയിൽ നിന്ന് 200 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് പഹൽഗാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ബോർഡർ ക്രോസിംഗ് ഇഷ്യൂ മാത്രമല്ല, എങ്ങനെയാണ് ഇവർ ഇത്രത്തോളം ആയുധങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് ഈ ഓട്ടോമേറ്റഡ് മെഷീൻ ഗൺസുമായിട്ടൊക്കെ എങ്ങനെയാണ് അവർ ഇത്രയും ദൂരം കടന്നു വന്നിരിക്കുന്നത്? അപ്പോൾ എന്ത് തരത്തിലുള്ള സുരക്ഷയാണ് ഇവിടെ ഉള്ളത്? യാതൊരു വിധത്തിലുള്ള സുരക്ഷയും അവിടേക്ക് പോകുന്ന ആൾക്കാർക്ക് ഇല്ലേ തുടങ്ങിയ ചോദ്യങ്ങളാണ്. അതായത് ആക്രമണത്തിലുള്ള സംശയമാണല്ലോ, പാകിസ്ഥാന്റെ പങ്കാളിത്തം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയം പോലും അവിടെ വരികയാണ് കോൺഗ്രസിന്റെ ഈ ട്വീറ്റിലൂടെ. അതാണ് അവിടെ ആയുധമാക്കിയിരിക്കുന്നത് പാകിസ്ഥാനിലെ മുൻ മന്ത്രി. തീർച്ചയായിട്ടും. അതായത് ഒന്നുകിൽ അതിൽ നിന്ന് നമുക്ക് ഇൻഫർ ചെയ്യാൻ കഴിയുന്നത്, ഒന്നുകിൽ ഇന്ത്യയുടെ ബോർഡർ സെക്യൂരിറ്റി ചെക്കെല്ലാം തന്നെ വെറും പ്രഹസനം മാത്രമാണ്. അതിനെ അതിജീവിച്ചുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും തന്നെ ഇങ്ങനെയുള്ള ആയുധങ്ങളുമായിട്ട് കടക്കാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. രണ്ട്, അത് ബോർഡർ ക്രോസ് ചെയ്ത് വന്നിരിക്കുന്നതല്ല, ഡീപ്പ് ഇൻസൈഡ് ഇന്ത്യ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ, ബോർഡറിലല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടേതായിട്ടുള്ള, അതായത് നമ്മുടെ ആഭ്യന്തരമായിട്ടുണ്ടായിരിക്കുന്ന ഒരു പ്രശ്നമാണ് എന്നും അത് ഒരുപക്ഷെ വേണമെങ്കിൽ പാകിസ്ഥാൻ തന്നെ പറയുന്നത് പോലെ സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതല്ലാതെ ക്രോസ് ബോർഡർ ടെററിസം അല്ല, വെറുതെ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്ത്യ തന്നെ ഓർക്കസ്ട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു അറ്റാക്കാണ് എന്ന രീതിയിലത്തേക്ക് പറയാം. ഇനി ഇത് കൂടാതെ ആഭ്യന്തരമായിട്ട് ജമ്മു കാശ്മീരിനെ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ലൈറ്റിൽ ചിത്രീകരിക്കുന്നതിനും അവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഇത്ര മാത്രമേ സുരക്ഷ നൽകാനായിട്ട് നിങ്ങൾക്ക് കഴിയുകയുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ അവിടേക്ക് വരാനുള്ള പൊട്ടൻഷ്യൽ ടൂറിസ്റ്റ് ഇൻഫ്ലോ എന്ന് പറയുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയും ഒക്കെ ചെയ്യാവുന്ന രീതിയിൽ വിവിധ തലങ്ങളിൽ വ്യാഖ്യാനിക്കാവുന്ന ട്വീറ്റാണ് ആ ചെയ്തിരിക്കുന്നത്. അതും ഏറ്റവും ദൗർഭാഗ്യകരം, ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന കേരളത്തിൽ നിന്നുള്ള വളരെ നാഷണലിസ്റ്റിക് ആയിട്ടുള്ള ചിന്തയുണ്ട് എന്ന് പറയപ്പെടുന്ന പല നേതാക്കന്മാരുമുള്ള കേരളത്തിൽ നിന്നാണ് ഇതൊക്കെ തന്നെ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഒരു ആയുധമായിട്ട് അവർ അവിടെ പ്രചരിപ്പിക്കുകയാണ്. ഇത് മാത്രമല്ല കേട്ടോ മഞ്ജുഷ്, കാരണം മറ്റ് ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ കുറേ റിറ്റാലിയേറ്ററി നടപടികൾ ഇവിടെ സ്വീകരിച്ചല്ലോ. അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന പല നയങ്ങളെയും ചോദ്യം ചെയ്തിരിക്കുന്ന കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളുണ്ട്. ഇപ്പോൾ മനീഷ് തിവാരിയൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ആഗോളതലത്തിൽ ഒരു സമവായത്തിന് വേണ്ടി ശ്രമിക്കണമായിരുന്നു, അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ യൂണിലാറ്ററൽ ആയിട്ടുള്ള ഹാർഷ് സ്റ്റെപ്പുകളൊന്നും എടുക്കാൻ പാടില്ല, കാരണം അതൊക്കെ തന്നെ ഇവിടെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ടെൻഷൻസ് വർദ്ധിക്കുന്നതിന് കാരണമാകുമെന്ന രീതിയിലത്തേക്കുള്ള ഒരു പൊസിഷനാണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു നയം സ്വീകരിക്കുമ്പോൾ ആ നയത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു സമീപനമാണ് മനീഷ് തിവാരിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സമാനമായിട്ട് പി ചിദംബരം എത്രത്തോളം നമ്മുടെ മിലിറ്ററി റെഡിയാണ് എന്ന രീതിയിൽ അവരുടെ റെഡിനെസ്സിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലത്തേക്ക് പറഞ്ഞിരുന്നു. അതായത് പെട്ടെന്ന് ഇങ്ങനെ നിങ്ങൾ മസിൽ ഫ്ലെക്സ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിനെ പറ്റി കാര്യമായി നിങ്ങൾ ഗാഠമായി ഇൻട്രോസ്പെക്ട് ചെയ്യൂ എന്നൊക്കെ. അപ്പം മസിൽ ഫ്ലെക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കം ഒരുപക്ഷെ സർക്കാരിനില്ല എന്നാണോ,
ആ രീതിയിലത്തേക്കുള്ള ഇന്റലിജൻസോ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പയർഡ്നെസ്സോ ഇന്ത്യക്കില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു സന്ദേഹം ആൾക്കാർക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ പിന്നെ പലപ്പോഴും പല വിവാദ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ദിഗ്വിജയ് സിംഗിനെ പോലെയുള്ള പല നേതാക്കന്മാരും ഡിപ്ലോമാറ്റിക് ഡയലോഗാണ് ഉണ്ടാകേണ്ടത്. അതായത് ഇത്രത്തോളം ഏകപക്ഷീയമായിട്ട് മതം ചോദിച്ചു വന്നിട്ട് കുറേയധികം ആൾക്കാരെ കൊലപ്പെടുത്തിയതിനു ശേഷവും നമ്മൾ വളരെ നയതപരമായിട്ട് ഈ വിഷയത്തിനെ കൈകാര്യം ചെയ്യുകയും രണ്ട് രാജ്യങ്ങളും തമ്മിൽ തുറന്ന ആശയവിനിമയം ഉണ്ടാകണം എന്നുമൊക്കെയാണ് ഇവർ പറയുന്നത്. ഇതെല്ലാം തന്നെ ന്യൂട്രലൈസ് ചെയ്യുകയാണ്. ഒരു വേള അതിലിപ്പോൾ ഇത്രയും വിവാദമായ പശ്ചാത്തലത്തിലായിരിക്കാം, അല്ലെങ്കിൽ അത് തിരിച്ചടി ഉണ്ടാക്കുന്നു. ഇന്ത്യയിൽ കോൺഗ്രസിന്റെ നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങൾ പാകിസ്ഥാൻ ആയുധമാക്കുന്നു എന്ന് കണ്ടറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെതായിട്ട് ഔദ്യോഗികമായിട്ടൊരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അത് ജയറാം രമേശാണ്, പാർട്ടിയുടെ വക്താവ് തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം പറയുകയാണ്, ഏപ്രിൽ 24 കോൺഗ്രസ് പ്രവർത്തക സമിതി ചേരുകയും പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പ്രമേയം പാസ്സാക്കുകയും ചെയ്തിരുന്നു. അന്ന് വൈകുന്നേരം വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ പാർട്ടി അധ്യക്ഷനും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും പങ്കെടുക്കുകയും പാർട്ടിയുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തതാണ്. ചില കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അവർ പങ്കുവയ്ക്കുന്നത് അവരുടെ കാഴ്ചപ്പാടാണ്, അല്ലാതെ പാർട്ടിയുടേതല്ല. ഇതാണ് എക്സിൽ ജയറാം രമേശ് പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ്. നേരത്തെ സിദ്ധരാമയ്യ പോലും ഇത്തരത്തിൽ ചില എതിരഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. ഈ സുരക്ഷയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞതാണ്. അതുപോലെ തന്നെ യുദ്ധത്തിന്റെ കാര്യത്തിലും അദ്ദേഹത്തിന്റെ നിലപാട് മറ്റൊന്നായിരുന്നു. അപ്പോൾ ഇതൊക്കെ തിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് എന്ന് കരുതാമല്ലോ, അല്ലേ? മഞ്ജുഷ്, ഇത് മാത്രമല്ല, നമ്മളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകൾ കൂടാതെ മറ്റ് രണ്ട് നേതാക്കന്മാരുടെ പ്രസ്താവനകൾ കൂടി വന്നിട്ടുണ്ടായിരുന്നു. വിജയ് വഡട്ടിവാർ, കോൺഗ്രസിന്റെ തന്നെ പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കൾ, ഇപ്പൊ കർണാടകയിൽ നിന്നുള്ള ഒരു നേതാവ്, മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു നേതാവ്, അതിൽ ഈ വിജയ് വഡട്ടിവാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നേതാവ് പറഞ്ഞിരിക്കുന്നത്, ഈ ഭീകരവാദികൾക്കൊക്കെ ഇങ്ങനെ മതം ചോദിക്കാനൊക്കെയുള്ള സമയമുണ്ടോ എന്നാണ് ചോദിച്ചത്. എന്ന് വെച്ചാൽ ഈ അവിടെയുള്ള വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാർ, നമുക്കറിയാമല്ലോ ഈ അറ്റാക്കിന് വിധേയരായിട്ടുള്ള എല്ലാ ആൾക്കാരും അവിടെ വിക്ടിംസ് ആണ്, ഈ കൊല്ലപ്പെട്ട ആൾക്കാർ മാത്രമല്ല. അപ്പോൾ ഈ വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാരുടെ, ഐ വിറ്റ്നസ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ആ സ്റ്റേറ്റ്മെന്റിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് മതം ചെക്ക് ചെയ്തതിന് ശേഷമാണ് അവർക്ക് നേരെ നിറയൊഴിച്ചിരിക്കുന്നത്. അപ്പോഴാണ് ഈ കോൺഗ്രസിന്റെ നേതാവ് പറയുന്നത്, ഭീകരവാദികൾ അവിടെ വന്ന് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്ന സമയത്ത് അവർക്ക് ഈ മതം ചോദിക്കാനൊക്കെ സമയം കിട്ടുമോ എന്ന് അദ്ദേഹം ആശ്ചര്യപ്പെടുകയാണ്. എന്ന് വെച്ചാൽ ആ തീവ്രവാദ പ്രവർത്തനത്തിനെ കുറച്ചുകൂടി സോഫ്റ്റൻ ചെയ്യുന്നതിന് വേണ്ടി അത് മതപരമായിട്ടുള്ള ഒരു അറ്റാക്ക് ആയിരുന്നില്ല എന്ന് ആരുടെയോ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം ശ്രമിച്ചു. അതേപോലെ തന്നെയാണ് TB തിമ്മപ്പൂർ. ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം കുറച്ചുകൂടി സംശയമേ ഇല്ലാതെയാണ് പറഞ്ഞിരിക്കുന്നത്, തീവ്രവാദികൾ ആരുടെയും മതം ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇതും പിന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മതം ചോദിക്കാതെ ആയിരുന്നു അവിടെ കൊലപാതകം എന്നാണ്. അപ്പൊ ഈ രീതിയിലത്തേക്കുള്ള പ്രസ്താവനകൾ കോൺഗ്രസിന്റെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കൊണ്ടും, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു സെറ്റ് ഓഫ് സീനിയർ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതിനെ എല്ലാം പരിഗണിച്ചിട്ടാണ്, ഒന്ന് ആലോചിച്ച് നോക്കാം, മുഖ്യ പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള ലോക്സഭയിലെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് പദവി അവകാശപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടി ഈ വിഷയത്തിൽ ഞങ്ങളുടെ മറ്റ് നേതാക്കന്മാർ പറയുന്നതൊന്നും കേൾക്കണ്ട, ഞങ്ങളുടെ അധ്യക്ഷൻ പറയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറയും എന്ന രീതിയിലത്തേക്ക്. അപ്പൊ അത്രത്തോളം ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള പ്രതികരണങ്ങൾ, പലപ്പോഴും അപ്പീസിംഗ് ആയിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ ടെറർ സിമ്പതി കാണിച്ചുകൊണ്ടുള്ള കുറെ നേതാക്കന്മാർ ഇവിടെ വരുന്നതാണ് പ്രശ്നം. അതാണ് പാകിസ്ഥാൻ അവിടെ ആയുധമാക്കുന്നത്. സേനാപതി വേണു, ദൗർഭാഗ്യകരമായ കാര്യമാണ്. കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണിത്. സുരക്ഷയുടെ കാര്യത്തിൽ എല്ലാവർക്കും ആശങ്കയുണ്ട്, അത് ശരിയാണ്. പക്ഷെ അവിടെ ശശി തരൂർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പലപ്പോഴും കോൺഗ്രസ് പറയുന്നതിനെതിരായ നിലപാട് എടുക്കുന്നയാളാണെങ്കിൽ പോലും ഇവിടെ അദ്ദേഹം എടുത്തിരുന്ന നിലപാട് എല്ലായിടങ്ങളിലും ഇന്റലിജൻസിന് ചില വീഴ്ചകളൊക്കെ സംഭവിക്കാറുണ്ട്, അതിപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, ഇപ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണെന്നാണ്. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ തുടർച്ചയായിട്ട് കേന്ദ്ര സർക്കാരിനെ മറ്റൊരു രീതിയിൽ വിമർശിക്കുമ്പോൾ അതെല്ലാം ആയുധമാക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ തുടർച്ചയായിട്ട് കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ എടുത്ത് അവർ അമ്മാനമാടുകയാണ്. വിദ്വേഷ പ്രചാരണങ്ങൾക്ക് ആയുധമാക്കി മാറ്റുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കളുടെ ശബ്ദമാണ്. അതിൽ പ്രധാനപ്പെട്ടത് കോൺഗ്രസിൻ്റെയാണ്. കോൺഗ്രസ് കേരളയുടേത് പോലും, കേരളത്തിലെ കോൺഗ്രസിന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലിൽ വന്ന ആ പ്രസ്താവന പോലും പാകിസ്ഥാനിൽ അത് ആയുധമാണ്, റീട്വീറ്റ് ചെയ്യുകയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും പറഞ്ഞാൽ അനുസരിക്കാത്തവരാണോ ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾ? മഞ്ജുഷേ, 22-ന് ശേഷം കോൺഗ്രസിന്റെ നേതാക്കളും നേതൃത്വവുമെല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഘട്ടത്തിൽ നമ്മൾ ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും അതിന് സമ്പൂർണമായ പിന്തുണ കൊടുക്കണം. കാരണം രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ മറ്റ് രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ അഭിപ്രായ ഭിന്നതകളോ അതൊന്നും പാടില്ല എന്ന് ഔദ്യോഗികമായ തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ നിമിഷം വരെയുള്ള പ്രതിപക്ഷത്തിന്റെ പിന്തുണ ഗവൺമെന്റിനുണ്ട്. ഞാൻ മഞ്ജുഷിനെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്.
ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയിൽ ഭരിക്കുമ്പോൾ അന്ന് ഭീകരാക്രമണം ജമ്മു ആൻഡ് കശ്മീരിൽ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഇന്നത്തെ പ്രധാനമന്ത്രി അന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം വളരെ സരളമായി ഹിന്ദിയിൽ സംസാരിക്കുമല്ലോ. അദ്ദേഹം ചോദിച്ചു, സേന ആപ്കെ പാസ് ഹെ? ചോദിക്കുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിനോടാണ്. थल सेना आपके पास है, नेवी आपके पास है और एयरफोर्स आपके पास है, BSF आपके पास है, ये घुसपड़ियों को क्यों नहीं रोकते? അദ്ദേഹം ചോദിച്ചത് ഇതാണ്, നിങ്ങളുടെ കയ്യിൽ ആർമി ഉണ്ട്, എയർഫോഴ്സ് ഉണ്ട്, നേവി ഉണ്ട്, BSF ഉണ്ട്, ഇതെല്ലാം ഉണ്ടായിട്ടും നിങ്ങൾ എന്തിയെ ഈ നുഴഞ്ഞുകയറ്റക്കാരെ തടയാൻ പറ്റുന്നില്ല? ഇനി അദ്ദേഹം ചോദിച്ച വേറൊരു ചോദ്യമുണ്ട്, ബാങ്കിങ് സംവിധാനവും മുഴുവൻ നിങ്ങളുടെ കയ്യിലാണ്, ഈ ഭീകരന്മാർക്ക് പണം വരുന്നതിനെ കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾക്ക് തടയാൻ പറ്റുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം ഇപ്പോഴും എന്താ പറഞ്ഞ ഈ നവമാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചത്, അന്ന് അദ്ദേഹം ചോദിച്ച ആ ചോദ്യം തന്നെ ഇന്ന് ഞങ്ങൾ ചോദിച്ചില്ല. ഇപ്പോ ഞങ്ങൾ അതുകൂടി ചോദിക്കേണ്ടതല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ സംവിധാനം ചോദിക്കുന്നുണ്ട്, അതിനേക്കാൾ കടത്തിയാണല്ലോ ചോദിക്കുന്നത്. അന്നത്തേക്കാൾ കഠിനമായ രീതിയിലാണ് ഇപ്പോൾ രാജ്യം കടന്നു പോകുന്നത്. ഒരു യുദ്ധത്തിന്റെ മുനമ്പിൽ നിൽക്കുകയാണ്. ആ സമയത്ത് എതിരാളിക്ക് ആയുധം കൊടുക്കുന്നത് എന്തിനാണ് എന്നുള്ള ചിന്ത കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അന്ന് ഇങ്ങനെ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പറയുമെന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ അഖണ്ഡതയാണ് ഇല്ലാതാകുന്നത്. അല്ല, ക്ഷമിക്കൂ മഞ്ജുഷേ, അതായത് ഞങ്ങൾ ഈ ഘട്ടത്തിൽ എല്ലാ പിന്തുണയും ഗവൺമെന്റിന് കൊടുത്തുകൊണ്ട്, പക്ഷേ പ്രതിപക്ഷം എന്ന നിലയിൽ ഗവൺമെന്റിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ബെഞ്ചമിൻ നെഹന്യാഹുവിനെ ഓർമ്മപ്പെടുത്തുക. നിങ്ങൾ ഇസ്രായേല് ഭീകരതയ്ക്കെതിരെ ഏറ്റവും വലിയ പോരാട്ടം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ചില അംഗങ്ങൾ പോലും രാജിവെക്കാനും അദ്ദേഹത്തിനെതിരെ വിമർശനം ഉയർത്താനും, കാരണം അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ അത് ഗവൺമെന്റിന്റെ തെറ്റുകളെ സമയാസമയങ്ങളിൽ ചൂണ്ടിക്കാണിക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ ഒരു ചോദ്യമാണ്. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ എന്താണ് തെറ്റ്? 10-20,000 ആളുകൾ വരുന്ന, മൊബൈലിന് പോലും റേഞ്ച് ഇല്ലാത്ത ഒരു പ്രദേശത്ത് ഒരു 4 സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ ആയുധങ്ങളുമായിട്ട് നിങ്ങൾ നിർത്താത്തതിന്റെ കാരണം ഇവർ പറയുന്നത് ടൂറിസ്റ്റുകൾക്ക് അലോസരം ഉണ്ടാവും. ടൂറിസ്റ്റിന് ഒരു അലോസരം ഉണ്ടാവില്ല സാർ. ടൂറിസ്റ്റിന് അവിടെ വരാനും അവന് സുരക്ഷിതമായിട്ട് പോകാനും അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലയിലുള്ള ആളുകൾ ഉണ്ടാകണമായിരുന്നു. അതില്ലാതെ വന്നതിന്റെ പോരായ്മയല്ലേ ഈ സംഭവം മുന്നുണ്ടായിരിക്കുന്നത്. ഇനി പാകിസ്ഥാന്റെ ആവശ്യം എന്താണ്? പാകിസ്ഥാന്റെ ആവശ്യം ഇന്ത്യയെ പ്രകോപിപ്പിക്കുക, അതോടൊപ്പം അവരുടെ ജനങ്ങളെ പാസിഫൈ ചെയ്യുക എന്നുള്ള. ഞാൻ പഴയൊരു ഉദാഹരണം ഓർമ്മപ്പെടുത്തും, ഡിന്നി സാറിനൊക്കെ ഓർമ്മയുണ്ടാവും. അതായത് ബംഗ്ലാദേശിന്റെ പരാജയത്തിന് ശേഷം ആദ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഭൂട്ടോയുടെ പ്രസംഗം എന്താണെന്ന് ചോദിച്ചാൽ, 1000 വർഷം ഇന്ത്യക്കെതിരെ നമ്മൾ യുദ്ധം ചെയ്യുമെന്നുള്ളതാണ്. 1000 സാൽ ഹിന്ദുസ്ഥാൻ കെ സാത്ത് ലഡേഗ, അദ്ദേഹത്തിന്റെ പ്രസംഗം അതായത്. കാരണം ബംഗ്ലാദേശിൽ തോറ്റു, അല്ലെങ്കിൽ ബംഗ്ലാദേശ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, നമ്മുടെ 92,000 സൈനികർ അവര് വാർ പ്രിസണേഴ്സ് ആയി, അവരെ ഇന്ത്യ ഔദാര്യം കൊണ്ട് മോചിപ്പിച്ചതാണ്. ഈ പരാജയം എല്ലാം നിൽക്കുമ്പോഴും ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് അദ്ദേഹം പറയുന്നത്. ഇനി അതിലും കൗതുകരമായിട്ട് അദ്ദേഹത്തിന്റെ മകന്റെ പ്രസംഗം, ശ്രീ ബിലാവൽ ഭൂട്ടോയുടെ ചെറുമകന്റെ പ്രസംഗം, ബിലാവൽ ഭൂട്ടോയുടെ, ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആറ്റം ബോംബ് എന്ന് പറയുന്നത് അത് ഹിന്ദുസ്ഥാൻ എതിരെ പ്രയോഗിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് അദ്ദേഹം വാചാലമായിട്ട് പ്രസംഗിക്കുന്നു. ഇദ്ദേഹത്തിന്റെ പിതാവ്, ആ പിതാവിനെ തൂക്കിക്കൊല്ലാനുള്ള നടപടികൾ അന്നത്തെ പട്ടാള ഭരണകൂടം എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിഭാഷകന്റെ പേരായിരുന്നു യാഖ്യ ഭക്ത്യാഗർ. ഞാനിവിടെ യാഖ്യ ഭക്ത്യാഗർ എന്ന് പറയുന്ന ഭൂട്ടോയുടെ അഭിഭാഷകന്റെ പേര് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അദ്ദേഹം പാകിസ്ഥാൻ സുപ്രീം കോടതിയിൽ നടത്തിയ വാദം അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അതിനെക്കുറിച്ച് ലോകത്തിലെ നിയമത്തിന് പറഞ്ഞിരിക്കുന്നത്, അത്തരം ഒരു വാദഗതി പാകിസ്ഥാൻ ഒഴിച്ച് ലോകത്തിലെ ഏത് രാഷ്ട്രത്തിലും കോടതിയിലും നടത്തിയിരുന്നുവെങ്കിൽ ഭൂട്ടോയെ വെറുതെ വിടുമായിരുന്നു എന്നുള്ള. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പാകിസ്ഥാനിൽ ഇതൊക്കെയാണെന്നേ. അവരുടെ ഭരണാധികാരികളെ അവർ കൊല്ലും, അവരെ വെടിവെച്ച് കൊല്ലും, ആകാശത്തോട് പോകുന്നവനെ മിസൈൽ വെച്ച് താഴെ വീഴിക്കും. ഇതൊക്കെ അവരുടെ സംവിധാനമാണ്. അല്ല, ആ പാകിസ്ഥാന്റെ നാവായിട്ട് ഇവിടുത്തെ കോൺഗ്രസുകാർ മാറുന്നുണ്ടോ, പ്രതിപക്ഷം മാറുന്നുണ്ടോ എന്നാണ്. അങ്ങനെ അല്ലല്ലേ, ഇതെല്ലാം കാണുമ്പോൾ അങ്ങനെയാണ്. അതാണ് തരൂർ പറഞ്ഞത്, ശശി തരൂർ പറഞ്ഞത് വളരെ ഭിന്നമായ കാര്യമാണ്. ഇപ്പോൾ അതിനുള്ള സമയമല്ല എന്നാണ്. ഒരു കോൺഗ്രസുകാരും ഗവൺമെന്റ് എടുക്കുന്ന ഒരു നയത്തെയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഇപ്പോഴത്തുള്ള തീരുമാനത്തെയോ ചോദ്യം ചെയ്യുകയോ ഇല്ല. പിന്നെ ഞങ്ങൾ ചില ചോദ്യങ്ങൾ പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ ചോദിച്ചു എന്നതുകൊണ്ട് അത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരാണെന്നോ അല്ലെങ്കിൽ പാകിസ്ഥാന് പിന്തുണയ്ക്കുന്നതാണെന്നോ ഒക്കെയുള്ള വ്യാഖ്യാനങ്ങൾ, അത് വെറും ശ്രീ സേനാപതി വേണു. ഡോക്ടർ ജി ഗോപകുമാർ, എന്തായാലും പാകിസ്ഥാനിൽ നിന്നുള്ള വിദ്വേഷ പ്രചാരണങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്തായാലും രാജ്യത്ത് നിന്ന് തന്നെ എതിർപ്പുണ്ടാകുന്നുണ്ട് മോദിക്കെതിരെ എന്നതാണ്. അവിടെയാണ് ഇത് ഇന്ത്യ തന്നെ ഉണ്ടാക്കിയ ഒരു പ്ലോട്ടാണ് എന്ന രീതിയിൽ പാകിസ്ഥാനിൽ നിന്നുള്ള വിദ്വേഷങ്ങൾ വരുന്നത്. അതിന് കോൺഗ്രസ്
അറിഞ്ഞുകൊണ്ട് തന്നെ തലവെച്ച് കൊടുക്കുന്നതാണോ? കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ സുരക്ഷയാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത് എന്നാണ്, അതല്ലാതെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല, പിന്തുണ കൊടുക്കുന്നു എന്ന് ഒറ്റ വാചകത്തിൽ പറയുന്നുമുണ്ട്. അല്ല, ഇതൊരു കണ്ടക്സ്റ്റ്, സന്ദർഭത്തിനൊരു വലിയൊരു പ്രാധാന്യമുണ്ട്. സന്ദർഭം ഇപ്പോൾ എന്താണ്? ഒരു യുദ്ധത്തിൻ്റെ വക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഒരു ഔപചാരികമായ കൺവെൻഷനലായിട്ടുള്ളൊരു വാറ് സംഭവിക്കാം. അതല്ലെങ്കിൽ നീണ്ടകാലം തീവ്രവാദ യുദ്ധം, ഒളിയമ്പുകൾ, നോൺ കൺവെൻഷണൽ വാറ്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾക്കുള്ളൊരു വക്കിൽ നിൽക്കുന്നൊരു സമയമാണ്. മാത്രമല്ല, നമ്മുടേതായ ഒരു തിരിച്ചടി കൊടുക്കാതെ ഈ പ്രശ്നം ഇപ്പോൾ അവസാനിക്കില്ല. ഐക്യരാഷ്ട്രസഭയൊക്കെ ദുർബലപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു മറുപടി എന്ന് പറയുന്നത് തൽക്കാലം പാകിസ്ഥാൻ ഓക്കുപൈഡ് കാശ്മീർ അല്പം വെള്ളപ്പൊക്കം വരുത്തി എന്നതൊന്നും തീരുന്നില്ല. അപ്പോൾ ഈ സമയത്ത് ഗവൺമെൻറ്റിൻ്റെ മൊറയിൽ കളയുന്ന ഒരു കാര്യവും പറയാതിരിക്കുന്നതാണ് തൽക്കാലത്തേക്ക്. ജനാധിപത്യത്തിൽ അഭിപ്രായം പറയാൻ സംശയമൊന്നുമില്ല. പക്ഷേ ഇതിന് ഒരുപാട് സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. ഗവൺമെൻറ്റിനെ വിമർശിച്ച് ഏതറ്റം വരെയും വിമർശിച്ച് പാർലമെൻറ്റിലും മറ്റ് സ്ഥലങ്ങളിലും എല്ലാം പറയാം. ഫാക്ലാൻഡ് യുദ്ധം നടന്ന സമയത്ത് ആ യുദ്ധം കഴിഞ്ഞതിന് ശേഷം വന്നൊരു ചോദ്യമാണ് മാർഗരറ്റ് താച്ചറിന് അന്ന് രാജിവെക്കേണ്ട ഒരു അവസ്ഥ വന്നത്. പക്ഷേ അത് ഈ യുദ്ധത്തിൻ്റെ മുനമ്പിൽ നിൽക്കുമ്പോഴല്ല ഇത് പറയേണ്ടത്. ശശി തരൂർ വളരെ സ്റ്റേറ്റ്സ്മാൻഷിപ്പ് ക്വാളിറ്റീസിലുള്ള ഒരു പ്രസ്താവന നടത്തി. ഒരു ഡിപ്ലോമാറ്റിൻ്റെ അദ്ദേഹത്തിൻ്റെ മെയ്വഴക്കം ആ പ്രസ്താവനയിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താണ്? വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഇൻ്റലിജൻസിന് 100% ഫുൾ പ്രൂഫായിട്ട് ഒരിടവും നടത്താൻ പറ്റില്ല. അത് അബദ്ധങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പറ്റും. അത് നമ്മൾ യോജിക്കുന്നു. കാരണം ടെററിസ്റ്റിന് ഒരു പ്രാവശ്യം ശരിയായാൽ മതി, 1000 പ്രാവശ്യം തെറ്റിയാലും ഒരു പ്രാവശ്യം ടെററിസ്റ്റിന് ശരിയായാൽ മതി. പക്ഷേ നമുക്ക് 1000 പ്രാവശ്യം ശരിയാക്കണം. ആ ബുദ്ധിമുട്ടാണ് തരൂർ പറഞ്ഞത്. അതുകൊണ്ട് അവസാനിപ്പിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും ഗവൺമെൻറ് എടുക്കുന്ന എല്ലാ നടപടികൾക്കും നമുക്ക് പിന്തുണയുണ്ട്. മാത്രമല്ല, ഗവൺമെൻറ് ഇക്കാര്യത്തിന് ഒരു പ്രതികരണം കൊടുക്കണം, ശക്തമായ പ്രതികരണം കൊടുക്കണം. അത് കൊടുത്താലതിന് ശേഷം മാത്രമേ ഡിപ്ലോമസിക്ക് സ്ഥാനമുള്ളൂ എന്നുള്ള മട്ട് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാനല്ല പോകുന്നത്. പക്ഷേ അതേസമയം ഇത്തരം ഈ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയ പശ്ചാത്തലത്തിലെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഇങ്ങനെയുള്ള ഹാൻഡിലുകൾ പാകിസ്ഥാൻ്റെ കൈകൊണ്ട് കൊടുക്കരുത്. കാരണം ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ വർക്കിംഗ് കമ്മിറ്റി പറയുന്ന കാര്യങ്ങളാണ് പ്രധാനം. ഞങ്ങൾക്ക് പ്രാദേശിക തലത്തിൽ പറയുന്നത് വ്യക്തിപരമാണ് എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അത് ഡീമോറലൈസിംഗ് ആണ്. അതിന് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പറയാൻ അവസരം ഇഷ്ടംപോലെ കിട്ടും, എത്രത്തോളം സമയം വേണമെങ്കിലും കിട്ടും. ജനാധിപത്യമല്ലേ, നമ്മൾ അടച്ചിടുന്നില്ലല്ലോ. പക്ഷേ ഇപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ ആത്മവിശ്വാസക്കുറവാണെന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും. അത് പാകിസ്ഥാന് നമുക്കെതിരെ ആയുധമുണ്ടാക്കും. മതം നോക്കി വെടിവെച്ച് കൊല്ലുന്ന ആൾക്കാർക്ക്, തീവ്രവാദികൾക്ക് ഇതും മതപരമായി വിഭജിക്കാൻ ഇന്ത്യക്ക് അവർ ശ്രമിക്കും. കുതന്ത്രങ്ങളുടെ രാജാവാണ് അവർ. ആ നിലയ്ക്ക് അത്തരം കാര്യങ്ങൾക്ക് അവസരം കൊടുക്കാതിരിക്കുന്നതല്ലേ ഒരു ദീർഘകാലം രാജ്യം ഭരിച്ച ഒരു ദേശീയ കക്ഷി എന്നുള്ള നിലയിൽ കോൺഗ്രസ് ചെയ്യേണ്ടത്? ശരി, ശ്രീ ഡിന്നി, ഇവിടെ പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഞങ്ങളല്ല ഇതിന് ഉത്തരവാദികൾ എന്ന് ലോക രാജ്യങ്ങൾക്കിടയിൽ തെളിയിക്കുന്നതിന് വേണ്ടിയാണ്. വിരലെണ്ണാവുന്ന രാജ്യങ്ങളുടെ പിന്തുണ മാത്രമാണ് പാകിസ്ഥാനുള്ളത്. ചൈനയുടെ പിന്തുണ, അതുപോലെ തന്നെ തുർക്കിയുടെ പിന്തുണയുണ്ട്. ഇതല്ലാതെ ലോകരാജ്യങ്ങളുടെ പിന്തുണ പാകിസ്ഥാന് കിട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ ഇന്ത്യ വ്യാജ പ്രചാരണങ്ങൾ നടത്തുകയാണ് എന്ന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണം എന്നുള്ള ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്ന പാകിസ്ഥാന് ഇപ്പോൾ ഇത്തരം ഹാൻഡിലുകളിലൂടെ വരുന്ന കാര്യങ്ങൾ ദോഷകരമായി തന്നെ രാജ്യത്തിന് സംഭവിക്കും. പാകിസ്ഥാൻ അത് ഗുണകരമായി മാറുകയും ചെയ്യും. പക്ഷേ ഇവിടെ സേനാപതി പറഞ്ഞത് ഈ സമയത്താണെങ്കിലും ഞങ്ങൾക്ക് കേന്ദ്രത്തെ വിമർശിക്കുവാനുള്ള അധികാരമുണ്ട്, അത് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കണം എന്നാണ്. മഞ്ജുശ്രീ, ഒരു കാരണവശാലും കേന്ദ്രത്തെ ചോദ്യം ചെയ്യാനോ ആരും പറയുന്നില്ല, ചോദിക്കരുതെന്ന് പറയുന്നില്ല. നമ്മുടെ ഒരു ജനാധിപത്യമായിട്ടുള്ള ഒരു രാജ്യമാണ്. അവിടെ ചോദ്യങ്ങൾ ചോദിക്കാം, ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ആരും എതിരല്ല. പക്ഷേ ചോദ്യം ചോദിക്കുന്നതും സംശയം പ്രകടിപ്പിക്കുന്നതും രണ്ടാണ്. ഈ സംശയം പ്രകടിപ്പിക്കുന്ന ചോദ്യം നേരെ പോകുന്ന സർക്കാരിന്റെ അടുത്തോട്ടാണ്. പക്ഷെ നിങ്ങൾ സംശയം ചെയ്യുന്നത് അത് ഭാരതത്തിന്റെ സൈന്യം ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ചാണ്. ഇത് തന്നെയാണ് ആക്ച്വലി പാകിസ്ഥാനും ആവശ്യം. നോക്കൂ, ഇപ്പൊ ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് നടന്നു. ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് എങ്ങനെയാണ് നമ്മൾ വലിയൊരു ഓപ്പറേഷൻ ചെയ്തിട്ട് അതിന്റെ ഡിസയർ എഫക്ട് കിട്ടാതെ പോയതെന്നുള്ളത്. കാരണം എന്താണ്? അവിടെ നമ്മൾ 12ഓളം വായുസേനയുടെ എയർക്രാഫ്റ്റാണ് പോയത്. അതിനകത്ത് പല പൈലറ്റുമാരെ എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളുകൾ പോലും ഉണ്ട്. അവർ പോയി അവരവിടെ ബോംബ് ഇട്ടു, തിരിച്ചു വന്നിട്ട് ഇമ്മീഡിയറ്റ്ലി അവിടെ പാകിസ്ഥാൻ ISI അവിടുന്ന് ഒരു 2-3 ട്വിറ്റർ ഹാൻഡിൽസ് ഇമ്മീഡിയറ്റ്ലി അവിടെ തടങ്ങാൻ ഒന്നും പറ്റിയില്ല, ഇവിടെ മരങ്ങളിലൊക്കെ മാത്രമേ തട്ടിയുള്ളൂ, ഒന്നും പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് ട്വിറ്ററിൽ ആദ്യം വന്നു. ആ ട്വീറ്റ്സ് പിടിച്ച് നമ്മുടെ ഭാരതത്തില് രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയെ പോലുള്ള പാർട്ടികളും അതിനകത്ത് കോൺഗ്രസിന്റെ കുറച്ച് പാർട്ടീസും അത് ഏറ്റുപിടിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ ഇത്രയും സ്ട്രൈക്ക് ചെയ്ത്, എന്നിട്ട് എന്തായെന്ന്.
ഈ പറഞ്ഞത് ആരാന്നറിയോ? നമ്മൾ ചെയ്ത കാര്യം അത് പ്രസ് ബ്രീഫിംഗ് നടത്തിയത് ഭാരതത്തിന്റെ വായുസേനയുടെ ചീഫായിട്ട് എയർ ചീഫ് മാർഷൽ ധനുവയാണ് പറഞ്ഞത്. എയർ ചീഫ് മാർഷൽ ധനുവയാണെന്ന് പ്രസ് മീറ്റിംഗിൽ ഇരുന്ന് പറയാണ്, ഞങ്ങൾ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്തു, ഇത്ര ഇതായിരുന്നു, അതിന്റെ ഡിസൈർഡ് എഫക്ട് കിട്ടിയിട്ടുണ്ട്, ആ രീതിയിലുള്ള ഇത്ര ന്യൂട്രലൈസ് ചെയ്യുന്നു. അപ്പൊ അദ്ദേഹത്തിനടുത്ത് ചോദിക്കുകയാണ് എവിടാണ് തെളിവെന്ന്. അതായത് ആ പ്രസ്സിൽ ഇരിക്കുകയാണ്, നിങ്ങൾ എന്താണ് തെളിവ് തരാത്ത, എവിടാണ് തെളിവ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, തെളിവ് തരല്ല എന്റെ പണി എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, അവിടെ ഒരു ടെററിസ്റ്റ് ക്യാമ്പ് ഉണ്ടായിരുന്നു, അതിനെ ന്യൂട്രലൈസ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പോയി കണ്ടെത്തുക എന്നുള്ള രീതിയാണ്. അപ്പൊ അതിനെ വേണമെങ്കിൽ പിന്നീട് നമ്മളെല്ലാം പഠിച്ച കാര്യങ്ങൾ പറഞ്ഞാൽ ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ അവർക്ക് ആ തെളിവ്, പലപ്പോഴും ആർമിയുടെ ഞങ്ങൾ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നീട് അത് പല രീതിയിലുള്ള തെളിവുകളായിരുന്നു പിന്നെ ഞങ്ങൾ കൊണ്ടുകൊണ്ടുവന്നിരുന്നു കാണിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ അന്നത്തെ ഒന്നും ഈ ഡിജിറ്റൽ ക്യാമറയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം നെക്സ്റ്റ് ടൈം വരുമ്പോൾ അതിനെ നമുക്ക് മറികടക്കാം. പക്ഷെ ഒരു വായുസേന ചീഫ്, നമ്മളെ ഭാരതത്തിന്റെ അദ്ദേഹം പൊളിറ്റിക്സിലില്ല, അദ്ദേഹം ഒന്നുമില്ല, സെർവിങ് ആർമി ഓഫീസർ ചീഫാണ്. ആ വ്യക്തി വന്ന് പറയാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അതിനെങ്ങനെയാണ് പിന്നെ നമുക്ക് മറ്റുള്ള പാർട്ടി, അത് കഴിഞ്ഞാൽ പിന്നെ ആരെയാണ് വിശ്വസിക്കുക? ഒരു വായുസേന ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരെയാണ് വിശ്വസിക്കുക? അപ്പൊ അത് പിടിച്ചിട്ടാണ് പാകിസ്ഥാൻ മൊത്തത്തിലുള്ള ഒരു ഇന്റർനാഷണൽ ലെവലിൽ അത് ചെയ്യാൻ നോക്കി. പക്ഷെ പിന്നീടാണ് കഥകൾ വന്നത്, എത്ര പേര് അവിടെ മരിച്ചിരുന്നതെന്നും അവര് പിന്നീടാണ് ഒരു 7-8 ദിവസം കഴിഞ്ഞിട്ടാണ് അവിടുന്ന് ഫോറിൻ ടൂർ. പക്ഷെ പാകിസ്ഥാൻ ഇപ്പോഴും ആ കഥകൾ പറയുന്നുണ്ട്, പാകിസ്ഥാൻ ഇപ്പോഴും ആ കഥകൾ പറയുകയാണ്, പാകിസ്ഥാൻ മീഡിയ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അഭിനന്ദൻ വർദ്ധമാന്റെ കാര്യമൊക്കെ പാകിസ്ഥാൻ മീഡിയ വക്രീകരിച്ചാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അത് പാകിസ്ഥാന്റെ വിജയമായിട്ടാണ്. അപ്പോൾ അതിനുള്ള ആയുധവും ഇവിടെ നിന്ന് ഇട്ടുകൊടുത്തതാണ്. എക്സാക്ട്ലി. അപ്പൊ ഇതുപോലത്തെ ഇപ്പൊ ഈ കോൺഗ്രസ് കേരള എന്നുള്ള ട്വീറ്റ്, അതിനകത്ത് പാകിസ്ഥാൻ എന്നുള്ള അതായത് പാകിസ്ഥാനെ ബ്ലെയിം ചെയ്യുന്ന ഒരൊറ്റ വാചകമില്ല. അതിനകത്ത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സംശയങ്ങളാണ്. അതായത് പെഹൽഗാം 200 കിലോമീറ്റർ ദൂരെയാണ്. 200 കിലോമീറ്റർ ദൂരെ ഇത്രയും വലിയ വെയിറ്റ് ഉള്ള ഗൺസുമായിട്ട് എങ്ങനെ അവിടെ എത്തി? അവിടെ അത് എത്തിയിട്ട് തിരിച്ചെങ്ങനെ ദേ ലെഫ്റ്റ് അൺസ്കാച്ച്ഡ്, അതായത് തിരിച്ചു കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോയി കഴിഞ്ഞു എന്നാണ് അവർ പ്രഖ്യാപിക്കുന്നത്. എങ്ങനെയാണ് അവർ പ്രഖ്യാപിക്കുന്നത്? അവർ തിരിച്ചു പോയെന്ന് അവർക്ക് എവിടെ നിന്നാണ് ന്യൂസ് കിട്ടിയിട്ടുള്ളത്? അതെങ്ങനെ പറയാൻ സാധിക്കും? അതിനെ പിടിച്ചുകൊണ്ടാണ് ഫവാദ് ഹുസൈൻ നോക്കുക അതിനെ റീട്വീറ്റ് ചെയ്തത് മാത്രമല്ല, മിഷൻ സേവ് അമിത് ഷാ ബൈ ഹിന്ദു മഹാഭാരത ആൻഡ് BJP നെക്സസ് എക്സ്പോസ്ഡ്. അപ്പൊ നേരെ തിരിച്ച് ഇന്ത്യയുടെ ഒരു എന്താ പറഞ്ഞ ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്ന പോലെ നമ്മളൊരു കപട ഓപ്പറേഷൻ ചെയ്തെന്നുള്ള രീതിയിലേക്ക് അവർ നരേറ്റീവ് തുടങ്ങി കഴിഞ്ഞു. അപ്പൊ ഇത് അവർ ചെയ്യുന്നത് ചോദ്യങ്ങൾ ചോദിക്കല്ല, ഇത് ഡയറക്റ്റ് ആയിട്ട് സംശയം പ്രകടിപ്പിക്കുകയാണ്. ഇത് തന്നെയാണ് പാകിസ്ഥാന് ആവശ്യം. അപ്പം എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ അവർക്കത് മനസ്സിലായിട്ടുണ്ട്, അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ പോലെ ചിലർ ചോദിക്കുകയാണ് എങ്ങനെയാണ് മതം നോക്കിയിട്ട് അത് ചെയ്യാൻ പറ്റില്ല, അത് നേരെ ഫയർ ചെയ്യാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ സാധാരണക്കാരുടെ മനസ്സിലും സംശയങ്ങൾ കൊണ്ടുവരാനും അതുപോലെ തന്നെ നമ്മുടെ ശത്രുവായ രാജ്യം നിൽക്കുന്ന പാകിസ്ഥാന്റെ കയ്യിൽ നമ്മൾ വടിവെച്ചു കൊടുക്കുകയാണ്. നമ്മളായിട്ട് നരേറ്റീവ് സൃഷ്ടിച്ച് അവർക്ക് കൊടുക്കുകയാണ്. അവരുടെ എല്ലാ മാധ്യമവും എല്ലാ ഡിബേറ്റ്സിലും കോട്ട് ചെയ്യുന്ന ഇതേ കാര്യമാണ്. ഈ കോൺഗ്രസ് കേരള എന്നുള്ള ട്വീറ്റാണ് ഇന്ന് എല്ലാവരും അവർ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഉപയോഗം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെ ഹാം ചെയ്യോ ഇല്ലയോ ഇത്രയുള്ള ചോദ്യമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കൂ, വേർ ഇസ് ദ സെക്യൂരിറ്റി, വാട്ട് ഹാപ്പൺ, എന്തുകൊണ്ടാണ് സെക്യൂരിറ്റി ഇല്ലാതിരുന്നത്, ആരാണ് ഉത്തരവാദി എന്നൊക്കെ ചോദിച്ചാൽ ഒരു പ്രശ്നമില്ല, അതിന് ആൻസർ കിട്ടും. പക്ഷെ ഇത് സംശയമാണ്. അപ്പൊ ഇതിനകത്ത് ബാക്കിൽ ആരാണ് ചെയ്തെന്നുള്ളത് അത് ചോദ്യം ചോദിക്കലല്ല, അതൊരു സംശയം ഉണ്ടാക്കാനുള്ളതാണ്. ആ സംശയം ആർക്കാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇത് വായിച്ചവർക്കും ഇത് ഉപയോഗിച്ചവർക്കും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ശരി. പക്ഷേ ശ്രീജിത്ത് പണിക്കർ, ഇങ്ങനെയുള്ള പ്രചാരണങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നുണ്ട് എങ്കിൽ പോലും രാജ്യത്തിന്റെ ഒരു മൊറാൽ അതിനെ തകർക്കുന്ന രീതിയിലൊന്നും ആയിട്ടില്ലല്ലോ ശ്രീജിത്ത് പണിക്കർ. ശക്തമായിട്ട് തന്നെ തിരിച്ചടിക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നു. റഫേൽ വരികയാണ്, അത് ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് നിൽക്കുന്നു. അതിനിടയ്ക്ക് ചൈനയുടെ പിന്തുണ ഇപ്പോൾ പാകിസ്ഥാന് വന്നിട്ടുണ്ട്. ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു അന്വേഷണം നടന്നാൽ അതിനെ സ്വാഗതം ചെയ്യുന്ന രീതിയിലാണ് ചൈനയുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. പക്ഷേ ഈ വാക്കുകൾക്കപ്പുറത്തേക്ക് പാകിസ്ഥാന് ഇപ്പോൾ പിടിച്ചു നിൽക്കുവാനുള്ള ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ? ഇല്ല, പാകിസ്ഥാൻ അതില്ല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എല്ലാ ആൾക്കാർക്കും അറിയാം, ഈ തീവ്രവാദികളെ എല്ലാം തന്നെ അടവെച്ച് വിരിയിക്കുന്ന ഫാക്ടറികൾ ഉള്ളത് പാകിസ്ഥാനിലാണ് എന്നറിയാം. തന്നെയുമല്ല, കോൺഗ്രസിന്റെ ആ ഒരു പ്രസ്താവന തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ. പാകിസ്ഥാനിൽ നിന്ന് 200 കിലോമീറ്റർ അകത്തേക്ക് വന്നതിന് ശേഷം അവർ തിരിച്ചുപോയി എന്ന് പറയുന്നു. തിരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് അവർ വീണ്ടും പോയി എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ അവർ പാകിസ്ഥാനിലേക്ക് തന്നെ പോയി എന്ന് തന്നെ പറയേണ്ടി വരും. എന്ന് വെച്ചാൽ ഇൻഡയറക്ട്ലി കോൺഗ്രസ് എന്തുദ്ദേശിച്ചാലും അവരും പറയുന്നത് അത് പാകിസ്ഥാനിൽ നിന്ന് തന്നെയാണ് എന്നാണ്. അപ്പോൾ നമ്മൾ പ്രത്യക്ഷമായിട്ട് ഡയറക്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയാലും പരോക്ഷമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും പാകിസ്ഥാനെ ബ്ലെയിം ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത എല്ലാ ആൾക്കാരുടെയും ഉള്ളിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഒരിക്കലും ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾ അവരുടെ നാട്ടിൽ ഇല്ല എന്നോ
അതിന് വേണ്ടുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങളൊന്നും തന്നെ അവർ ചെയ്തിട്ടില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കേട്ടതാണ്, പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റാങ്കിലുള്ള അവരുടെ പ്രധാനപ്പെട്ട ഭരണകർത്താവ് തന്നെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് പല രാജ്യങ്ങൾക്ക്, ബ്രിട്ടനും അമേരിക്കയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് 30 വർഷത്തിലധികമായിട്ട് അവർ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോൾ ഒരു തീവ്രവാദ പ്രവർത്തനമായിട്ട് ചെയ്യുന്നതിന് ഒരു സ്റ്റേറ്റിന്റെ കൊളാബറേറ്ററിന് സാധിക്കില്ല, തീവ്രവാദ സംഘടനകൾക്കേ പറ്റൂ. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമല്ല തീവ്രവാദ പ്രവർത്തനം നടത്താൻ കഴിയുക, പാകിസ്ഥാനിലുള്ള മത തീവ്രവാദ സംഘടനകൾക്കാണ്. അതിനുള്ള ഒരു ബാക്കിംഗ് ആണ് പാകിസ്ഥാൻ എന്ന രാജ്യം കൊടുക്കുക. അപ്പോൾ അതിനർത്ഥം തന്നെ ഇത്തരത്തിലുള്ള ടെറർ ഫാക്ടറികൾ അവരുടെ രാജ്യത്തുണ്ട് എന്നതിന്റെ പ്രത്യക്ഷമായിട്ടുള്ള ഒരു അഡ്മിഷനാണ്. അപ്പോൾ അത് ഏതൊക്കെ സംഘടനകളാണ് എന്നതിനെപ്പറ്റി എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഈ വിഷയത്തിൽ ഒരു ഡിഫൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഫലപ്രദമാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വ്യക്തമായിട്ടുള്ള കാര്യം. തന്നെയുമല്ല, പാകിസ്ഥാന് വേണ്ടിയിട്ട് പിന്തുണ പ്രഖ്യാപിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ യൂഷ്വൽ സസ്പെക്ട്സ് ആണ്. അത് ആരൊക്കെയാണ് എന്നും അവരുടെ താല്പര്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. രണ്ട്, നമ്മളുടെ ഈ കോൺഗ്രസിന്റെ പ്രസ്താവനകളെ പറ്റി പറയുമ്പോൾ ശ്രീ സേനാപതി വേണു പറഞ്ഞതിൽ 2 കാര്യങ്ങളിൽ എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഒന്ന്, ഏപ്രിൽ 22-ന് ഈ അറ്റാക്ക് ഉണ്ടായതിനു ശേഷം പിന്നീട് കോൺഗ്രസിന് യൂണിഫൈഡ് ആയിട്ടുള്ള ഒരൊറ്റ പൊസിഷനാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ അങ്ങനെയല്ല. ഞാൻ ഈ ചർച്ചയിൽ ഉദ്ധരിച്ചിരിക്കുന്ന മഹാരാഷ്ട്രയിൽ നിന്നും അതേപോലെ തന്നെ കർണാടകയിൽ നിന്നും തന്നെയുള്ള 2 ആൾക്കാർ, അത് 2 ആൾക്കാരുടെയും പ്രത്യേകത, ഒരാൾ ഒരു മന്ത്രിയാണ്, മറ്റേ ഒരാൾ സെർവിംഗ് ആയിട്ടുള്ള ഒരു MLA ആണ്. അങ്ങനെ ഉന്നത സ്ഥാനീയരായിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് കോൺഗ്രസിന്റെ തന്നെ ജനറൽ ആയിട്ടുള്ള അഭിപ്രായത്തിന് വിരുദ്ധമായിട്ടുള്ള ഈ സ്റ്റേറ്റ്മെന്റുകൾ വന്നിരിക്കുന്നത് ഇന്നാണ്, ഏപ്രിൽ 28 എന്ന ഇന്നത്തെ തീയതിയിലാണ്. അപ്പോൾ ഇവരാരും തന്നെ സെക്യൂരിറ്റി ലാപ്സസിനെ കുറിച്ചല്ല പറയുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ സെക്യൂരിറ്റി ലാപ്സസിനെ പറ്റി ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് കോൺഗ്രസിന് അവകാശമില്ലേ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടുമുണ്ട്. ശ്രീ ഡിന്നിയും ഈ ചർച്ചയിൽ പറഞ്ഞല്ലോ, അഭിപ്രായം പറയാം, അതിന് പ്രശ്നമില്ല. എവിടെയെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഇത് ചൂണ്ടിക്കാട്ടാം, പ്രശ്നമില്ല. അതിനൊന്നും മറ്റൊരു അവസരം കാത്തിരിക്കണമെന്ന് പോലുമില്ല. ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നതിലൊന്നും തന്നെ പ്രശ്നമില്ല. പക്ഷേ ഇവിടെ അതല്ല. ഈ 2 പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ, ഒരാൾ ഒരു മന്ത്രിയാണ്, മറ്റൊരാൾ ഒരു MLA ആണ്, 2 സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇവരുടെ സ്റ്റേറ്റ്മെന്റ് ഒന്നും തന്നെ സെക്യൂരിറ്റി ലാപ്സസിനെ പറ്റിയല്ല, മറിച്ച് തീവ്രവാദികളോടുള്ള മൃദു സമീപനമാണ്. അത് ചെയ്യുന്നതിന് വേണ്ടി അവർ സ്വീകരിച്ചിരിക്കുന്ന മാർഗങ്ങൾ എത്രത്തോളം ക്രൂരവും അധമവുമാണ്, എത്രത്തോളം മനുഷ്യത്വ വിരുദ്ധമാണെന്ന് ആലോചിച്ച് നോക്കുക. അവർ ചോദ്യം ചെയ്തത് ഈ വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റേറ്റ്മെന്റ്സിനെയാണ്, അവരുടെ അക്കൗണ്ടബിലിറ്റിയാണ്. എന്ന് വെച്ചാൽ അവിടെയുള്ള ആൾക്കാരാണ്, സർവൈവ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് പറഞ്ഞത്. മതം ചോദിച്ചതിന് ശേഷം, കലിമ ചൊല്ലാൻ പറഞ്ഞതിന് ശേഷം, വിവിധ മതത്തിലുള്ള ആൾക്കാർ വ്യത്യസ്ത ഗ്രൂപ്പുകളായി നിൽക്കാൻ പറഞ്ഞതിന് ശേഷം പോയിന്റ് ബ്ലാങ്കിൽ അവർ ഷൂട്ട് ചെയ്തു. ചില ആൾക്കാരോട് പേര് ചോദിച്ച് റിലിജിയൻ ഐഡന്റിഫൈ ചെയ്തപ്പോൾ, ചില ആൾക്കാരോട് റിലിജിയൻ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ, ചില ആൾക്കാർക്ക് കലിമ ചൊല്ലാൻ കഴിയാതെ വന്നപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് സർവൈവിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ സർവൈവിംഗ് ആയിട്ടുള്ള ആൾക്കാർ ഒരു ഹോമോജനസ് ഗ്രൂപ്പ് അല്ല. അവരെ ഒന്നിച്ചു നിർത്തുന്ന ഒരേ ഒരു ഘടകം, അവരെല്ലാവരും അവിടെ എത്തിയിരിക്കുന്ന വിനോദസഞ്ചാരികളാണെന്നാണ്. മറിച്ച് അവരൊക്കെ തന്നെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന, വിവിധ ഒരുപക്ഷെ രാഷ്ട്രീയ ചിന്താഗതിയൊക്കെ ഉള്ളതെന്ന് നമുക്കറിയുക പോലുമില്ലല്ലോ. അങ്ങനെയുള്ള ആൾക്കാരാണ്. അവരൊക്കെ ഏകസ്വരത്തിൽ ഈ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർ പറയുന്നത് ഈ രീതിയിലുള്ള ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്കുണ്ടായത് എന്നാണ്. അപ്പോൾ അവരുടെ സ്റ്റേറ്റ്മെന്റിനെ എന്തിനാണ് കോൺഗ്രസിന്റെ MLA-യും കോൺഗ്രസിന്റെ ഒരു സംസ്ഥാനത്തെ മന്ത്രിയും അവിശ്വസിക്കുന്നത്? അവരുടെ ആ ഒരു പ്രസ്താവന കേട്ടതിന് ശേഷം ഈ ഒരു സമയത്ത് അവർക്ക് സോളിഡാരിറ്റി പറഞ്ഞുകൊണ്ട് അവരോടൊപ്പം നിൽക്കുന്നതിന് പകരം ഇവരെന്തിനാണ് വളരെ ഇൻസെൻസിറ്റീവായിട്ട് അവരെക്കുറിച്ച് സംസാരിക്കുന്നത്? അതേപോലെ തന്നെ ഇത് ചെയ്യുന്നത് എന്താണ്? ഈ പറയുന്ന ആൾക്കാരൊന്നും തന്നെ മതം ചോദിച്ചില്ല എന്നോ, അഥവാ മതം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പൊളിറ്റിസൈസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കേവലം ഇൻസെൻസിറ്റീവ് എന്ന് മാത്രമല്ല, ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റിയിൽ ഇവർ ഡൗട്ട് പ്രകടിപ്പിക്കുന്നു എന്നല്ലേ? അതായത് ഇവിടെ വന്നിരിക്കുന്ന ടെററിസ്റ്റുകൾക്ക് പ്രത്യേകിച്ച് മതചിന്തകളൊന്നും ഇല്ലായിരുന്നു, അവരവിടെ കണ്ണിൽ കണ്ട ആൾക്കാരെ എല്ലാവരെയും വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ഇനി വെടിവെച്ച് കൊന്നിട്ടില്ല എന്നൊന്നും ഇവർക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ വെടിവെച്ച് കൊന്നിരിക്കുകയാണ്, പക്ഷെ മതം ചോദിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു തീവ്രവാദത്തിനോടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നിലപാടാണ്. അതിനാണ് നമ്മൾ ടെററിസ്റ്റ് സിംപതൈസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിലത്തേക്കുള്ള പ്രസ്താവനകൾ പറയുന്ന അക്കൗണ്ടബിൾ ആയിട്ടുള്ള കോൺഗ്രസ് അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന പാർട്ടി അല്ലല്ലോ. തീവ്രവാദത്തിനോട് മൃദു സമീപനം സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ മുൻ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിനെ ആ രീതിയിൽ ചിത്രീകരിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, ആ രീതിയിൽ പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ ജനറിക് ആയിട്ടുള്ള ഒരു അഭിപ്രായം. ഇപ്പം ശ്രീ സേനാപതി വേണു അങ്ങനെയാണെങ്കിൽ തള്ളി പറയാം. കോൺഗ്രസിന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്ന സമയത്ത് പോലും കോൺഗ്രസ് പറയുന്നത് എന്താണ്? ഇവരെ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ പറഞ്ഞത് മഞ്ജുഷ്, കൺവെൻഷനിലായിട്ട് കോൺഗ്രസ് എടുക്കുന്നത് രാജ്യത്തിന് പറ്റുന്ന തീരുമാനമാണ്. തീവ്രവാദത്തിനെതിരായിട്ടുള്ള, തീവ്രവാദത്തിനോട് വളരെ ഹാർഷായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ആണ് എങ്കിൽ ഈ 2 ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു ആർജവം കാണിക്കണ്ടേ? നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പാകിസ്ഥാന്റെ പേര് പോലും പറയാതെയുള്ള ട്വീറ്റുകളാണ് കോൺഗ്രസ് കേരളയിൽ നിന്ന് വന്നിരിക്കുന്നത്. അല്ല മഞ്ജുഷേ, ഇവിടെ ആരാണ് ആക്രമണം നടത്തിയത്? ആക്രമണത്തിന്റെ പിന്നിൽ ആരാണ്? ഇതെല്ലാം
പകൽ പോലെ സുവ്യക്തമായ ഒരു കാര്യമാണ്. ഇവിടെ ഉള്ള ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നത് സുരക്ഷയുടെ വീഴ്ചയാണ്. ആ കാര്യം മാത്രമാണ് ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലാതെ മറ്റൊരു കാര്യവും ഇതിൻ്റെ അകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടില്ല. പിന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം, അവർക്ക് നിരന്തരമായി ഇന്ത്യ വിരുദ്ധമായ പ്രചരണങ്ങളല്ലേ അവർക്ക് നടത്താൻ പറ്റുള്ളൂ. അവര് എല്ലാ കാലഘട്ടത്തിലും അതല്ലേ. ഇപ്പം അവരുടെ ഒന്നാമത്തെ പ്രശ്നം എന്താ, അവർ ഇന്ന് വരെ ഒരു യുദ്ധം അവർക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഡിന്നി സാർ പഴയ ചരിത്രം സൂചിപ്പിച്ചു. ഇപ്പൊ 48-ലെ ആദ്യത്തെ യുദ്ധം, അത് ആട്ടിടയന്മാരുടെ വേഷത്തിൽ പഠാൻകാരെ കയറ്റിവിട്ടു. അപ്പോഴും അവർക്ക് ജയിക്കാൻ പറ്റിയില്ല, ഭീകരമായ തിരിച്ചടി ഉണ്ടായി. 65-ലെ യുദ്ധത്തിലാണ് ഫറാനോ കച്ച് വഴി അവരാണ് ആദ്യം കയറി നമ്മളെ ആക്രമിക്കുന്നത്. നമ്മൾ ഇന്നുവരെ അങ്ങോട്ട് പോയിട്ടില്ല. ആ യുദ്ധത്തിലും അവർ പരാജയപ്പെട്ട് പിന്തിരിഞ്ഞോടേണ്ടതായിട്ട് വന്നു. 71-ൽ അവരുടെ പകുതി രാജ്യം തന്നെ നഷ്ടപ്പെടേണ്ടതായ സ്ഥിതിവിശേഷം വന്നു. 99-ൽ അവർ കാർഗിൽ മലനിരകളിലെല്ലാം കയറി ആട്ടിടയന്മാരുടെ വേഷത്തിൽ വന്ന് അവിടെ എല്ലാം പിടിച്ചെടുക്കാമെന്ന് ആണ് വിചാരിച്ചത്. വളരെ ദയനീയമായിട്ട് എത്രയോ 100 കണക്കിന് അവരുടെ നമുക്ക് നഷ്ടമുണ്ടായതിന്റെ എത്രയോ ഇരട്ടി കാഷ്വാലിറ്റി അവർക്കുണ്ടായി. അപ്പോൾ ഏത് യുദ്ധത്തിലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരാജയം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ പരാജയത്തിന്റെ പടുകുഴിയിൽ നിൽക്കുന്നവർക്ക് ഒരു സിനിമയ്ക്കകത്ത് ജഗതി ശ്രീകുമാർ ആത്മവിശ്വാസം പ്രകടിക്കുന്ന പോലെ കാവിലെ ഉത്സവത്തിൽ നിന്നെ കാണിച്ചു തരാം എന്നുള്ള ആ ഭീരുവിന്റെ പ്രസ്താവന മാത്രമേ ഉള്ളൂ. അതിലിപ്പോൾ ആരെങ്കിലും ട്വീറ്റ് ചെയ്തതിനെ അവര് എന്താ പറഞ്ഞ അതിനെ പ്രചരിപ്പിച്ചത് കൊണ്ടോ ഒന്നും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ സുവ്യക്തമായ നിലപാട് അതിനുണ്ട്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എടുത്തിരിക്കുന്ന രാഷ്ട്രീയ നിലപാട്, ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ ഇവിടെ ചൂണ്ടിക്കാണിച്ച 2 ആളുകളുടെ പ്രസ്താവന എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ കോൺഗ്രസിനകത്ത് ആരെങ്കിലും പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ ആ പ്രസ്താവന ഞാൻ പറയുന്നു ആരുടെ പ്രസ്താവനയാണ്? സിദ്ധരാമയ്യയുടേതാണോ? സിദ്ധരാമയ്യയുടെ പ്രസ്താവനയാണോ? സിദ്ധരാമയ്യയുടെ അല്ല. സിദ്ധരാമയ്യ പറഞ്ഞത് വേറൊരു കാര്യമാണ്. സിദ്ധരാമയ്യയും ഈ സെക്യൂരിറ്റി ലാപ്സിനെ കുറിച്ചാണ്. ഇപ്പൊ ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ച പോലെ ഈ മതം ചോദിച്ച് എന്തിനാ ഇവര് ഈ മതം ചോദിച്ചുകൊണ്ട് ആളുകളെ വെടിവെക്കുന്നത്? എന്താ അവിടെ വേറെ ഒന്നും പോയ ഹിന്ദുക്കള് കാശ്മീരി പണ്ഡിറ്റുകളെ വെടിവെച്ച് കൊല്ലാൻ ഇല്ലാത്തതുകൊണ്ടാണ്. ആ ഒരൊറ്റ ചോദ്യത്തിൽ തന്നെ അവർക്കറിയാം ഈ രാജ്യത്തുണ്ടാകുന്ന മതപരമായിട്ടുള്ള ഒരു സ്പ്ലിറ്റ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. പക്ഷേ കോൺഗ്രസ് നേതാക്കളുടെ വായിൽ നിന്ന് മറ്റു കാര്യങ്ങൾ വന്നു എന്നാണ് ശ്രീജിത്ത് താങ്കൾ പറഞ്ഞു, ഒന്നുകൂടി വ്യക്തമാക്കുക. നോക്കൂ, അദ്ദേഹത്തിന്റെ ഒന്ന് RB തിമ്മപ്പൂർ, അദ്ദേഹം കർണാടകയിലെ എക്സൈസ് മിനിസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ദർ ഇസ് നോ പ്രോപ്പർ ഇൻഫർമേഷൻ ഓൺ വെദർ ടെററിസ്റ്റ് സിംഗിൾഡ് ഔട്ട് ഹിന്ദുസ് ടു കിൽ ദം ഡ്യൂറിംഗ് ദി അറ്റാക്ക് ഇൻ പഹൽഗാം. ഈ ഇൻഫർമേഷൻ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നതിന്റെ സാഹചര്യം എന്താ? എത്രയോ ആൾക്കാർ ടെലിവിഷൻ ചാനലുകളുടെ മുന്നിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ നിന്ന് കൊല്ലപ്പെട്ട ആ വ്യക്തിയുടെ മകൾ പോലും ഇതേപോലെ തന്നെ പറയുന്നത് നമ്മൾ കേട്ടതാണല്ലോ. അപ്പൊ അത് കേട്ടതിന് ശേഷവും അങ്ങനെ ഒരു സംഭവത്തിനെ പറ്റി പ്രോപ്പർ ഇൻഫർമേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഇതിന് ഈ ട്രോമാറ്റിക് എക്സ്പീരിയൻസിൽ കൂടി കടന്നു പോയിരിക്കുന്ന ആൾക്കാരെ അവിശ്വസിക്കുന്നു എന്നാണ്. ഈവൻ ഇഫ് ടെററിസ്റ്റ് ഡിഡ് ആസ്ക് ടൂറിസ്റ്റ് ദെയർ റിലിജിയൻ ബിഫോർ ഷൂട്ടിംഗ് ദം ഡെഡ്, അഥവാ ചോദിച്ചാലും one should not try and make political profit from it. അതാണ് പുള്ളിയുടെ പ്രശ്നം. അതായത് മതം ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ അപ്പീസ്മെന്റ് അവിടെ നടക്കില്ല എന്നുള്ള ഒരു ചിന്തയാണ്. ഇനി രണ്ടാമത്തെ ആൾ ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസിന്റെ MLA, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? മഹാരാഷ്ട്രയിൽ ഗവൺമെന്റ് ഈസ് സെയിങ് ദാറ്റ് ടെററിസ്റ്റ് കിൽഡ് പീപ്പിൾ ആഫ്റ്റർ ആസ്കിംഗ് ദം അബൌട്ട് ദെയർ റിലിജിയൻ. ആര് പറയുന്നു? ഗവൺമെന്റ്. നമ്മൾ കണ്ടത് ഗവൺമെന്റ് പറയുന്നതല്ല, നമ്മൾ പറയുന്നത് അവിടുത്തെ സർവൈവേഴ്സ് ആയിട്ടുള്ള വിക്ടിംസ് ആണ്. അപ്പൊ അതിനെ ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം അത് ഗവൺമെന്റിന്റെ മേലെ വെച്ചു. എന്നിട്ടോ ഡു ടെററിസ്റ്റ് ഹാവ് ടൈം ഫോർ ഓൾ ദിസ്? തീവ്രവാദികൾക്ക് ഇതിന് വല്ല സമയമുണ്ടോ? സം പീപ്പിൾ സേ ദാറ്റ് ദിസ് ഡിഡ് നോട്ട് ഹാപ്പൻ. ഇങ്ങനെ ഒന്നും നടന്നിട്ടില്ലെന്ന് ചില ആൾക്കാർ പറഞ്ഞു. ആരാ പറഞ്ഞ്? നമ്മൾ ആരെങ്കിലും കണ്ടോ? ശ്രീ സേനാപതി വേണു കണ്ടോ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ തെറ്റാണ്, അവിടെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന്? അപ്പൊ ഞാൻ പറഞ്ഞത് ട്രോമാറ്റിക് എക്സ്പീരിയൻസിൽ കൂടി പോയിരിക്കുന്ന ആൾക്കാരോട് ഇൻസെൻസിറ്റീവായിട്ട് പെരുമാറുന്നു. ടെററിസ്റ്റ് ഹാവ് നോ കാസ്റ്റ് ഓർ റിലിജിയൻ. അവർക്ക് ജാതിയും മതവും ഒന്നും ഇല്ല എന്ന രീതിയിലത്തേക്ക് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇൻസെൻസിറ്റീവാണ്? ഇനി ഇത് കോൺഗ്രസ്സുകാർ ആരും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരായിട്ടും ഇവരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത് തെറ്റാണെന്ന് പറയാനായിട്ട് കോൺഗ്രസ് തയ്യാറാകുന്നില്ല. ഞാനൊരു വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യം ചോദിക്കാം. ഇത് കോൺഗ്രസ് കേരളയുടെ ട്വീറ്റ് ആണല്ലോ. ശ്രീ സേനാപതി വേണു, താങ്കൾ ബാലക്കോട്ടിലേക്കുള്ള ഇന്ത്യയുടെ തിരിച്ചടി, ആ ബാലക്കോട്ടിൽ കൊടുത്തിരിക്കുന്ന തിരിച്ചടിയെ കുറിച്ച് താങ്കളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്താണ്? അതിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല. പക്ഷെ താങ്കൾ ഒരു സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന ഒരാളാണ് എന്ന് ബഹുമാനം മുൻനിർത്തി ഞാൻ ആ ചോദ്യം താങ്കളോട് ചോദിക്കുന്നുമില്ല. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കാം. കോൺഗ്രസിന്റെ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺസ് പാനലിലുള്ള കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവ്, അദ്ദേഹം ചാനൽ ചർച്ചകളിൽ ഇരുന്നിട്ട് പൈൻഗാർഡിലേക്കാണ് ബോംബിട്ടിരിക്കുന്നത് എന്ന് ഈ കഴിഞ്ഞ ദിവസവും പറഞ്ഞു. എന്ത് നടപടിയാണ് കോൺഗ്രസ് കേരളം എടുത്തിരിക്കുന്നത്? എന്ത് നടപടിയാണ്? കോൺഗ്രസിന് അതേ അഭിപ്രായമുണ്ടോ? പൈൻഗാർഡുകളിലേക്കാണ് പോയി ബോംബിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് വക്താവ്. അദ്ദേഹം ഈ ചർച്ചയിൽ ഇല്ലാത്തതുകൊണ്ട് പേര് പറയുന്നില്ല എന്ന് മാത്രം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് പാകിസ്ഥാൻ അപ്പീസ്മെന്റ് ആണ്, പാകിസ്ഥാൻ പറയുന്ന ന്യായമാണ്. ഞാൻ പറഞ്ഞത്, നിങ്ങൾ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിനെ വിശ്വസിക്കണ്ട, സൈന്യത്തിനെ വിശ്വസിക്കണ്ടേ, സൈനിക മേധാവികളെ വിശ്വസിക്കണ്ടേ? ഇന്ത്യൻ സൈന്യമാണ് പറയുന്നത് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നു
എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ സൈന്യത്തിന് വിശ്വാസമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് സമാധാനത്തിലാണ് രാത്രി വീട്ടിൽ കഥ അടച്ചു കിടന്ന് ഉറങ്ങുന്നത്? ആര് നിങ്ങളെ സംരക്ഷിക്കും എന്നുള്ള ധൈര്യത്തിലാണ് പറയുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാക്കിന് ലൈസൻസ് ഇല്ലാത്ത കോൺഗ്രസ് വക്താക്കൾ കേരളത്തിലുണ്ട്. അപ്പൊ പിന്നെ ഇതിൽ എന്താ അതിശയം? അതായത് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിനെ അവിടെ ഇതാക്കുമ്പോൾ ഞങ്ങളുടെ നിലപാട് ഇതല്ല എന്നല്ല പറയേണ്ടത്. സെക്യൂരിറ്റി ലാപ്സസിനെ പറ്റി അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് മുഴുവൻ ഇതിൽ ഒരു അൾട്ടീരിയർ മോട്ടീവ് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് എവിടെയെങ്കിലും പറഞ്ഞോ പാകിസ്ഥാനാണ് ഇത് ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് പറഞ്ഞോ? കോൺഗ്രസ് കേരളയുടെ ട്വീറ്റ് ഉണ്ടോ അതായത് പാകിസ്ഥാനാണ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് അറിയാവുന്ന? അല്ല, ഇവരെ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഇതല്ലാത്ത രീതിയിലത്തേക്കുള്ള ഇൻഫർമേഷൻ, അവിടെ ഈ ഐ വിറ്റ്നസ് അക്കൗണ്ട്സ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ്. ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമാണ്, ഈ ആൾക്കാരെല്ലാം ഭാരതീയരല്ലേ? ഇവരോടൊപ്പം സോളിഡാരിറ്റി കാണിക്കേണ്ടുന്ന സമയത്ത് ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഡിസ്മിസ് ചെയ്യുക എന്ന് പറയുന്നതും ഇവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്തുവാ? ഈ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം എന്തുവാ? ഈ പറയുന്ന ആൾക്കാരെല്ലാവരും തന്നെ നുണ പറയുകയാണെന്നല്ലേ? ഈ ഐ വിറ്റ്നസ് ആയിട്ടുള്ള ആൾക്കാർ, അവരുടെ കുടുംബത്തിൽ നിന്ന് ഉറ്റവരെ നഷ്ടപ്പെട്ടിരിക്കുന്ന ആൾക്കാർ, ഈ ട്രോമാറ്റിക് എക്സ്പീരിയൻസിൽ കൂടി കടന്നു പോയിരിക്കുന്ന ആൾക്കാർ നുണ പറയുന്നു എന്നല്ലേ അർത്ഥം? അല്ല, ഞാനത് അതിൻ്റെ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇവിടെ ഈ തീവ്രവാദികൾ ആരാണെന്നോ പാകിസ്ഥാനിൽ നിന്ന് അല്ല വന്നിരിക്കുന്നതെന്നുള്ള അഭിപ്രായം ഏതെങ്കിലും ഒരാൾ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരാളും പറഞ്ഞിട്ടില്ല. പിന്നെ ശ്രീജിത്ത് ഞങ്ങളോട് ചോദിച്ച ഒരു ചോദ്യം, എങ്ങനെ സുരക്ഷിതമായിട്ട് രാജ്യത്ത്, ശ്രീജിത്തെ ഇന്ന് കാണുന്ന ഈ സൈന്യവും സൈന്യത്തിന്റെ രൂപവും ഒക്കെ ഇത് 2014 ശേഷമൊന്നും ഉണ്ടായതല്ല. അതൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 58 കൊല്ലക്കാലം ഭരിച്ചപ്പോൾ ഡിന്നി സാറിന് അറിയാമല്ലോ, അദ്ദേഹം ദീർഘകാലം സേനയെ നയിച്ചയാളും അതിന്റെ കമാൻഡിംഗ് ഓഫീസറായിട്ടും മുഖ്യ പദവികളിലൊക്കെ ഇരുന്നയാളാണ്. 2014 ശേഷമൊന്നും ഉണ്ടായതല്ലല്ലോ ഇന്ത്യയുടെ ആർമിയും. ഇന്ത്യയുടെ ആർമി ഇതിനു മുമ്പും ഒരുപാട് ഇതുപോലുള്ള സ്ട്രൈക്കുകൾ ഒക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന. എന്നിട്ട് പിന്നെ 2014 ശേഷം ഉണ്ടായിരിക്കുന്ന ബാലക്കോട്ടിനെ നിങ്ങൾ എന്തിനു അവിശ്വസിക്കുന്നു? സൈന്യത്തിന്റെ വിശ്വാസം നിങ്ങൾക്ക് 2014 ശേഷം പോയെന്നാണ് എന്റെ ചോദ്യം. അല്ല, ഞാൻ പറഞ്ഞത് ബാലാക്കോട്ടിൽ മാത്രമല്ല ഉണ്ടായിരിക്കുന്നത്, അതിനു മുമ്പ്. ഞാൻ ചോദിച്ച ബാലക്കോട്ടിൽ നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ വെറും പൈൻകാടുകളിലേക്കാണ് ആക്രമണം നടത്തിയെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ ഓൺ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അല്ലാതെ അതിന് 1948 ചരിത്രം മുതൽ പറയണ്ട. അല്ല, അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് കോൺഗ്രസ് എതിർപ്പ് പറഞ്ഞിട്ടില്ലല്ലോ. കോൺഗ്രസിന്റെ വക്താവ് പറഞ്ഞു, കേരളത്തിലെ കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവ് പറഞ്ഞു. ഇല്ലില്ല, ഇതിന് പകരം ചെയ്തിരിക്കുന്നത് വെറും പൈൻകാടുകൾ പോയി ബോംബിടുകയായിരുന്നു എന്ന് കോൺഗ്രസിന്റെ വക്താവ് ഈ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ച പറഞ്ഞു. അങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനത് കേട്ടതാണല്ലോ. ഞങ്ങൾ അതിന്റെ അകത്ത് വളരെ കൃത്യമായി പറഞ്ഞൊരു അഭിപ്രായം, ബാലാക്കോട്ടിൽ മാത്രമല്ല, അതിനു മുമ്പ് എത്രയോ പ്രാവശ്യം, അല്ലെങ്കിൽ എത്രയോ വലുത്, അല്ലെങ്കിൽ എത്രയോ തീവ്രമായിട്ടുള്ള. അല്ല, അങ്ങ് ചോദ്യത്തിന് ഉത്തരവല്ല പറയുന്നത്, അങ്ങ് ജനറിക് സ്റ്റേറ്റ്മെന്റാ പറയുന്നത്, ചോദ്യത്തിന് ഉത്തരവല്ല. എന്റെ ചോദ്യം കോൺഗ്രസ് തെളിവ് ചോദിച്ചതാണ് കേട്ടോ. തെളിവ് ചോദിച്ചു. 2014 ശേഷം ഈ പറയുന്ന പട്ടാളത്തിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ? അതുകൊണ്ടാണോ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പറയുന്നത് അവിശ്വസിക്കുന്നത് പോലെ തന്നെ സൈനിക മേധാവി പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെയും കോൺഗ്രസ് അവിശ്വസിച്ച് ഇന്നും 2025 ഏപ്രിൽ മാസത്തിലും കോൺഗ്രസിന്റെ വക്താക്കൾ ഇതേപോലെ അഭിപ്രായം പറയുന്നതാണ് എന്റെ ചോദ്യം. അതിനങ്ങ് മറുപടി പറയുന്നില്ല. അല്ല, ഈ സൈന്യം എന്ന് പറയുന്നത് അത് ഗവൺമെന്റ് അതിനെ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് രാജ്യത്തിന്റെ സ്വത്താണ്. ആ രാജ്യത്തിന്റെ സ്വത്തിനെ അവിശ്വസിക്കേണ്ട കാര്യമൊന്നും കോൺഗ്രസിനില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവിശ്വാസം ഇല്ലതാണ്. കാരണം ഈ സംവിധാനങ്ങളെയൊക്കെ ഇതേ രൂപത്തിലും ഭാവത്തിലും ഒക്കെ എത്തിക്കുന്നതിന് വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പാർട്ടി ഭരണത്തിലിരുന്ന കോൺഗ്രസ് ആണ്. അപ്പൊ ഇപ്പോൾ നിങ്ങൾക്ക് കോൺഗ്രസിനെ ഒന്ന് ആക്ഷേപിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും ട്വീറ്റ് ചെയ്തെന്ന് പറഞ്ഞ കാര്യമോ? ഇതൊന്നും അല്ലല്ലോ പാകിസ്ഥാനുമായിട്ട് നമ്മളിപ്പോ നമ്മുടെ ഒരു യുദ്ധരംഗത്തേക്ക് നമ്മൾ പോകുന്നു, അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടൽ രംഗത്തേക്ക് പോകുമ്പോൾ ഇതൊന്നും അല്ലല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയം. ആരെങ്കിലും അവിടെ ട്വീറ്റ് ചെയ്തതാണോ, ഇല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ നടത്തിയ പ്രസ്താവന എന്നുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. അതല്ലല്ലോ നമ്മളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ. നമ്മളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഞങ്ങളത് ഗവൺമെന്റിന്റെ മുമ്പാകെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും ഞങ്ങൾ നിങ്ങൾക്ക് സമ്പൂർണ്ണമായ പിന്തുണ നൽകുന്നു. ഗവൺമെന്റ് അക്കാര്യത്തിൽ ഡോക്ടർ ജി ഗോപകുമാർ ഇന്നും രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നുണ്ട്, യോഗത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരു BSF ഫടൻ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലാണ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ വേദനയോട് കൂടി ഓർമ്മിക്കുന്ന ഒരൊറ്റ മിനിറ്റ് കൊണ്ട് പറഞ്ഞോട്ടെ. സൗരവ് കാലിയ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു സെക്കൻഡ് ലെഫ്റ്റനന്റ് 1999 റക്കി പോവുക എന്ന് പറയും. ഞങ്ങൾ പട്രോളിങ്ങിന് മഞ്ഞുകാലത്ത് പോകുന്നത്. അയാളെയാണ് പാകിസ്ഥാൻ സൈന്യം വളഞ്ഞു പിടിച്ചത് കാർഗിൽ. ആ മനുഷ്യന്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത് കൈകാലുകൾ വെട്ടിമാറ്റി അദ്ദേഹത്തിന്റെ ജനനേന്ദ്രിയം പോലും ഛേദിച്ച് പല്ലുകൾ പോലും പിഴുതെടുത്ത് ആ മനുഷ്യന്റെ മൃതശരീരത്ത് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനോട് കാണിച്ച ഭീകരത നാസി തടവറ പോലും ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു വേദനയോടുകൂടി എന്റെ ഒരു ചോദ്യം, പാകിസ്ഥാന്റെ പിടിയിലായിരിക്കുന്ന ഒരു BSFന്റെ സൈന്യത്തെ കുറിച്ച് എന്തുകൊണ്ട്
ഗവൺമെന്റ് അതിന്റെ ഒരു ഉത്തരവാദിത്വത്തിൽ പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ അയാളെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നില്ല. ഈ ചോദ്യം ഞങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ചോദ്യം അത് എന്താ പറഞ്ഞ ഗവൺമെന്റിന്റെ നടപടിക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ അത് 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 ഒട്ടും ശരിയായ ഒരു കാര്യമല്ല. അപ്പൊ ചില ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നത്, ആ ചോദ്യങ്ങളിൽ ചില യാഥാർത്ഥ്യമുണ്ട്. ഇവിടെ നിർദോഷിയായ ഒരു സൈനികൻ, നമുക്കറിയാം, ഡെന്നി സാറിനറിയാം, ഈ ബോർഡർ എന്നൊക്കെ പറയുന്നത് അങ്ങനെ കൃത്യമായിട്ട് കോൺക്രീറ്റ് ഒന്നും ചെയ്ത് വെച്ചിരിക്കുന്നതല്ല. അങ്ങോട്ട് മാറാം ഇങ്ങോട്ട് മാറാം, അതിനുള്ള സ്ഥലവും ഉള്ളൂ. 10 മീറ്ററോ 20 മീറ്ററോ അപ്പുറത്ത് മാറി മരത്തണലിരുന്ന ഒരാളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ദിവസം എത്രയായി? ശരി, കേണൽ എസ് ഡിനി, പാകിസ്ഥാനിലെ ചില മാധ്യമങ്ങൾ, യൂട്യൂബ് ചാനലുകൾ കഴിഞ്ഞ ദിവസം പറയുന്നത് ശ്രദ്ധിച്ചിരുന്നു. അവർ പറയുന്നത് ഇതാണ്: ആദ്യ വിജയം ഞങ്ങൾക്കാണ് എന്നതിന്റെ തെളിവാണ് ഈ BSF ജവാൻ ഞങ്ങളുടെ കസ്റ്റഡിയിൽ, ഞങ്ങളുടെ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നാണ്. അതാണ് ഇപ്പോൾ കോൺഗ്രസ് ചോദിക്കുന്നത്, സർക്കാരിന് എന്തുകൊണ്ട് മറുപടി ഇല്ല എന്ന്. ഈ BSF ജവാന്റെ ഭാര്യ അതിർത്തിയിലേക്ക് പോകുവാൻ തയ്യാറായി നിൽക്കുകയാണ് അല്ലേ? ഒരു കാര്യം വളരെ ക്ലിയർ ആണ് ശ്രീ മഞ്ജുഷ്. അതായത് അഭിനന്ദൻ ഇവിടെ പോയി F-16 താഴെട്ടിട്ട് ഒരു MiG-21, പഴയ ഒരു MiG-21 വെച്ചിട്ട് F-16 താഴെട്ടിട്ട് അവിടെ നിന്ന് തിരിച്ച് സേഫ് ആയിട്ട് വരാമെങ്കിൽ ഈ BSF ജവാനും വരും. ഇത് ആദ്യമായിട്ടൊന്നും അല്ല ഒരു BSF ജവാൻ അപ്പുറത്ത് പോകുന്നതോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ റേഞ്ചേഴ്സ് എന്ന് പറയുന്ന സൈനികർ ഇങ്ങോട്ട് വരുന്നത്. ഇതൊക്കെ അവിടെ നടക്കുന്ന കാര്യമാണ്. അതും ഇന്റർനാഷണൽ ബോർഡർ ആണ്. ഇത് അവിടെ ലൈൻ ഓഫ് കൺട്രോൾ അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഫയറിംഗ് നടക്കും. അത് വരും. ആൻഡ് അദ്ദേഹത്തിന്റെ പേരും എല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു പോറലും വരാതെ അദ്ദേഹം വരും എന്നുള്ളത് മാത്രം. പക്ഷേ ഈ സമയം മാത്രമായിരുന്നു ഒരു പ്രശ്നം. ഈ സമയത്ത് ഇങ്ങനെ നടന്നുകൊണ്ട് അത് പാകിസ്ഥാൻ നമ്മളെ അഗേൻസ്റ്റ് ആയിട്ട് ഒരു സൈക്കോളജിക്കൽ ഓപ്പറേഷൻസിന് ഉപയോഗിക്കും. എന്റെ ഈ ശ്രീ സേനാപതി വേണു പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഇപ്പം ഈ ചോദ്യം എന്ന് വരും, എന്ത് നടപടി എടുക്കുന്നു ഈ BSF, അത് ജെന്യൂൻ ആയിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ ഇതേ ചോദ്യം ഇത് നമ്മൾ മനഃപൂർവ്വം തള്ളിവിട്ടതാണോ, ശ്രദ്ധ മാറ്റാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് അവിടെ പോകാൻ പറ്റിയത്, ഇത് ഇത്രയും ബോർഡർ ഇത്രയും അടുത്തായിട്ട് ഇദ്ദേഹം എങ്ങനെയാണ്, ഇദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നോ? അപ്പൊ ഇങ്ങനെ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ അത് നേരെ നമ്മൾ പ്ലാൻ ചെയ്തെന്നുള്ള രീതിയിലേക്ക് മാറും. അപ്പൊ ഈ രണ്ട് രീതിയാണ്. ഒന്ന്, നിങ്ങൾ എന്ത് ചെയ്യുന്നു നടപടികൾ, അത് ജെന്യൂൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതിന് ആൻസർ ചെയ്യാം, ഞാനിപ്പോ ആൻസർ ചെയ്ത പോലെ. പക്ഷെ ഇതേ കാര്യം തന്നെ ഒരു സംശയത്തിന്റെ മുകളിൽ, അതായത് ബോർഡർ ഇവിടെ തന്നെ ആയിരുന്നു, പിന്നെ അദ്ദേഹം അങ്ങനെ പോയി, അദ്ദേഹം പോയതാണോ, അത് മനഃപൂർവ്വം ചെയ്തതാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയം. ഇത് തന്നെയാണ് പാകിസ്ഥാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം. പിന്നെ നേരത്തെ ഒരു കാര്യം കൂടെ ഞാൻ അതിനകത്ത് പറഞ്ഞു, അതായത് നമ്മൾ ഈ ഒരു വിഷയത്തിൽ നമ്മൾ എക്സ്ട്രീംലി കെയർഫുൾ ആയിരിക്കണം. കാരണം ഇനി വരാൻ പോകുന്നത് നമ്മളൊരു തിരിച്ചടി നടക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഇതേ നെറേറ്റീവ് തന്നെ ആയിരിക്കും പാകിസ്ഥാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഗോകുമാർ സാറിനും ഒക്കെ അറിയായിരിക്കും, 1971 യുദ്ധം അവർ തോറ്റിട്ടില്ല എന്നാണ് അവർ പാഠപുസ്തകങ്ങൾ ഇപ്പോഴും പഠിപ്പിക്കുന്നത്. 1971 വാറിൽ അവർ വലിയൊരു യുദ്ധം ജയിച്ച് എന്നുള്ള പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്ന രാജ്യത്താണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന ചെറിയ കാര്യം പോലും അവരത് പിടിക്കും. ആൻഡ് കോൺഗ്രസ്, കേരള കോൺഗ്രസിന്റെ ട്വിറ്റർ അത് ചെറിയ കാര്യമല്ല. അതിനകത്ത് പാകിസ്ഥാനിന് ഒരു സ്ഥലവും ഇല്ല. പെഹൽഗാം ഈസ് 200 കിലോമീറ്റർ എന്ന ലൈൻ ഓഫ് കൺട്രോൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു സ്ഥലത്തും പാകിസ്ഥാനിലുള്ള മെൻഷൻ പോലും ചെയ്യാത്തപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് അത് പിടിക്കും. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ പോലെ പല വക്താക്കളും വന്നിട്ട് പറയുന്ന ഇപ്പോഴും പൈൻ ഇതിനെ ചെയ്തെന്നാണ്. അതുപോലെ തന്നെ ചൈന ബോർഡറിലെ ഇഷ്യൂ, 2000 സ്ക്വയർ കിലോമീറ്റർ നമ്മളങ്ങ് നഷ്ടപ്പെട്ടെന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരാണ് നഷ്ടപ്പെട്ടത്, എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് ആരെടുത്ത് വെച്ചാൽ അറിയത്തില്ല. എവിടെയെങ്കിലും ഏതെങ്കിലും ആർട്ടിക്കൽ ഇന്നാള് പറഞ്ഞു അങ്ങനെയാണ്. ഇത് തന്നെയാണ് ഇത് മനസ്സിലാക്കുക. ഇതൊരു ഇൻഫോർമേഷൻ വാർഫെയർ എന്ന് പറയും. ഇത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. അതായത് എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ മാറ്റാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു രീതിയാണത്. അത് സോഷ്യൽ മീഡിയ കാലത്ത് വളരെ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന ഓരോ നറേറ്റീവ്സ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ രാഷ്ട്ര താല്പര്യം മാറ്റിവെച്ച് അതിന്റെ ഭാഗമാവുന്നു എന്ന് മാത്രം അൺഫോർച്ചുനേറ്റ്ലി പറയേണ്ടി വരും. ശരി, ഡോക്ടർ ജി ഗോപകുമാർ, ഒരു ട്വീറ്റ് കൊണ്ട്, കോൺഗ്രസ് കേരളയുടെ ഒരു ട്വീറ്റ് കൊണ്ട് എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ചാൽ, ഈ ബാലാക്കോട്ട് ആക്രമണത്തെ പറ്റി പോലും ഇപ്പോഴും പാകിസ്ഥാൻ പറയുന്ന നറേറ്റീവ് മറ്റൊന്നാണ്. അവിടെ വിജയം പാകിസ്ഥാൻ ആയിരുന്നു എന്നാണ്. ഇങ്ങനെ പാടി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള ആയുധം നൽകുന്നതാണ്. അതുകൊണ്ടാണ് അത് പ്രാധാന്യം അർഹിക്കുന്നത്. നമ്മുടേത് ജനാധിപത്യ രാജ്യമായതുകൊണ്ട് വിമർശനത്തിന് പരിമിതികളില്ല. അത് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ആ സന്ദർഭം പ്രധാനമാണ്. രാഷ്ട്രീയത്തിലാണെങ്കിലും യുദ്ധത്തിലാണെങ്കിലും കണ്ടക്സ്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ആ സന്ദർഭത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് പറയുന്നത് ഒട്ടും ശരിയല്ല. ഇനി ഇതൊക്കെ പറയുമ്പോൾ മറുവശത്ത് നമ്മൾ 71 യുദ്ധം അവസാനിച്ച് കഴിഞ്ഞ സമയത്ത് പ്രതിപക്ഷ നേതാവ് ആയിരുന്ന അന്നത്തെ പിന്നീട് പ്രധാനമന്ത്രിയായ വാജ്പേയി നടത്തിയൊരു പ്രസ്താവനയുണ്ട്. പാകിസ്ഥാൻ തകർന്നതും ബംഗ്ലാദേശ് പുതിയൊരു രാജ്യമായി മാറിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ദിരാഗാന്ധിയെ ദുർഗമാതാവായിട്ട് വിശേഷിപ്പിച്ചൊരു പ്രതിപക്ഷ നേതാവുണ്ട്. അപ്പോൾ അതെന്താ ഓർമ്മിക്കാത്തത്?
അപ്പോൾ രാഷ്ട്രീയത്തിൽ എല്ലാവരും വിമർശിക്കണം എന്ന് തന്നെ ഇല്ല. ശരിയായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ പറയാം. അത് തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്താണ് പറയുന്നത്, അല്ലാതെ ഇതുപോലെ യുദ്ധത്തിൻ്റെ മധ്യത്തിലല്ല. ഇപ്പോൾ യുദ്ധം ആയില്ല, പക്ഷേ അതിൻ്റെ തയ്യാറെടുപ്പ് ആയി വന്നു നിൽക്കുകയാണ്. അപ്പോൾ സന്ദർഭം പ്രധാനമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് വളരെ വളരെ സൂക്ഷിച്ച് വേണം. വാസ്തവത്തിൽ ഇന്ന് എനിക്ക് തോന്നുന്നത് ശശി തരൂർ പറഞ്ഞതാണ് അതിൻ്റെ ആപ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഡിപ്ലോമാറ്റിൻ്റെ ആ ഒരു മെയ്വഴക്കത്തോടു കൂടി തന്നെയാണ്. വളരെ ഫുൾ പ്രൂഫായിട്ടുള്ള ഒരു ഇന്റലിജൻസ് സംവിധാനം ലോകത്ത് ആർക്കും പറ്റില്ല. മാത്രമല്ല ഇതേപോലെ ഇപ്പോൾ BSFൻ്റെ കാര്യം പറഞ്ഞല്ലോ, BSFൻ്റെ കാര്യത്തിൽ ഡിഫൻസ് മിനിസ്റ്റർ നേരിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് സംസാരിച്ചു, വേണ്ട ആശ്വാസം നൽകിയിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ നടപടിയെടുക്കാം. പക്ഷേ പാകിസ്ഥാൻ അതിന് തയ്യാറാവുന്നില്ല. ഇൻഹൗസ് മീറ്റിങ്ങിന് പാകിസ്ഥാൻ തയ്യാറാവുന്നില്ല. അത് നമുക്കറിയാം. ഈ പശ്ചാത്തലത്തിൽ അയാൾ ഉടനെയൊന്നും വിട്ടുകരുന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇതേപോലെയുള്ള ചെറിയ കാര്യങ്ങൾ വലുതായിട്ട് വക്രീകരിച്ച് അങ്ങനെ വലുതാക്കി കാണിക്കരുത്. കാരണം ഇപ്പോൾ നമുക്ക് വേണ്ടത് ഒരു മൊറയിലാണ്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇതൊന്നും പ്രശ്നമല്ല. ഒരു പാകിസ്ഥാനിലെ പഴയൊരു ജനറൽ പറഞ്ഞ ഓർക്കുന്നുണ്ടല്ലോ, ടു ബ്ലീഡ് ഇന്ത്യ ത്രൂ 1000 cuts. അപ്പോൾ നൂറുകണക്കിന് മുറിവുകൾ ഉണ്ടാക്കി ഇന്ത്യയുടെ ശരീരത്തെ രക്തത്തിൽ വാർന്നൊലിപ്പിക്കുക എന്നുള്ളത് പാകിസ്ഥാൻ്റെ നയമാണ്. ടെററിസം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഫോറിൻ പോളിസിയുടെ ഒരു ഉപകരണമാണ്. മതം സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നത് മാത്രമല്ല, അതവരെ പ്രോത്സാഹിപ്പിക്കുന്നത് വിദേശ നയത്തിൻ്റെ ഒരു ഭാഗമാണ്, അവരെ ഫോറിൻ പോളിസിയുടെ ഒരു ഭാഗമാണ് ടെററിസം എന്ന് പറയുന്നത്. മറ്റൊരു രാജ്യവും ടെററിസത്തെ ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് ഉപയോഗിച്ചിട്ടില്ല വിദേശ നയത്തിന്. പാകിസ്ഥാൻ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്, അത് വ്യക്തമായ കാര്യമാണ്. അതെ, അതിന് ഗുണകരമാകുന്ന ഒരായുധവും രാജ്യത്ത് നിന്ന് കൊടുക്കാൻ പാടില്ല. അത് കോൺഗ്രസും ശ്രദ്ധിക്കേണ്ടതാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: പാകിസ്ഥാൻ ആയുധം നൽകുന്നതോ? പ്രതിപക്ഷത്തിന്റെ വിമർശനം. അതേ എന്ന് 75% പ്രേക്ഷകർ. അവസാനിക്കുന്നു. നന്ദി.